ഇനി അടുത്തായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന ചാപ്റ്ററാണ് തിയറി ബേസ് ഓഫ് അക്കൗണ്ടിങ്. അപ്പം നമ്മുടെ ആദ്യത്തെ ആ ഒരു പേജിൽ മൂന്നാമത്തെ പാരഗ്രാഫ് നോക്കുക. ആ മൂന്നാമത്തെ പാരഗ്രാഫിൽ ദ തിയറി ബേസ് ഓഫ് അക്കൗണ്ടിങ് അവിടെ മുതൽ നിങ്ങൾ അടയാളപ്പെടുത്തുക. ഇവിടെ പറയാൻ പോകുന്നത് എന്താണ് അക്കൗണ്ടിങ്ങിൻ്റെ ഒരു തിയറി, അല്ലെങ്കിൽ അക്കൗണ്ടിങ്ങിൻ്റെ തിയറി ഓഫ് ബേസ് ഓഫ് അക്കൗണ്ടിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുകയാണ് ദ തിയറി ബേസ് ഓഫ് അക്കൗണ്ടിങ്. തിയറി ബേസ് ഓഫ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൺസിസ്റ്റ് ഓഫ് പ്രിൻസിപ്പിൾസ്, കുറേ തത്വങ്ങൾ അതിനകത്ത് വരുന്നുണ്ട്. അക്കൗണ്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറേ തത്വങ്ങൾ അതിനകത്ത് വരുന്നുണ്ട്. കൺസെപ്റ്റ്, അക്കൗണ്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കുറേ കൺസെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ വിശ്വാസങ്ങൾ അല്ലെങ്കിൽ കുറേ ഊഹങ്ങൾ, നമ്മൾ അക്കൗണ്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കുറേ വിശ്വാസങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ അക്കൗണ്ടിങ്ങിൻ്റെ പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞാൽ കുറേ തത്വങ്ങൾ, അക്കൗണ്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കുറേ തത്വങ്ങൾ, അല്ലെങ്കിൽ കൺസെപ്റ്റ്, അതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കുറേ വിശ്വാസങ്ങൾ, അതല്ലാന്നുണ്ടെങ്കിൽ റൂൾസ്, അക്കൗണ്ടിങ് എങ്ങനെയാണ് അത് ചെയ്യേണ്ടത് എന്നുള്ള കുറേ നിയമങ്ങൾ അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. ആൻഡ് ഗൈഡ് ലൈൻസ്, കുറേ മാർഗ്ഗനിർദ്ദേശങ്ങൾ അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. എങ്ങനെയാണ് അക്കൗണ്ടിങ്ങിൻ്റെ ഒരു ഫോർമാറ്റ് തയ്യാറാക്കേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ടാക്കേണ്ടത്, ഇതൊക്കെയാണ് അതിൻ്റെ അകത്ത് വരുന്നത്. ഗൈഡ് ലൈൻസ് ഡെവലപ്ഡ് ഓവർ എ പീരീഡ് ഓഫ് ടൈം, ഒരുപാട് നാളുകൾക്ക് ശേഷമാണ്, അല്ലെങ്കിൽ ഒരുപാട് നാളത്തെ ഈ പറഞ്ഞിരിക്കുന്ന ഒബ്സർവേഷനും കുറേ ട്രയൽ ആൻഡ് എററൊക്കെ നടത്തിയതിന് ശേഷമാണ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന പ്രിൻസിപ്പിൾസും കൺസെപ്റ്റും റൂൾസും ഗൈഡ് ലൈൻസ് എല്ലാം ഉണ്ടാക്കിയിട്ടുള്ളത്. ഓവർ എ പീരീഡ് ഓഫ് ടൈം ടു ബ്രിങ് യൂണിഫോമിറ്റി. എന്തിനു വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞിരിക്കുന്ന പ്രിൻസിപ്പിൾസും കൺസെപ്റ്റും റൂൾസും ഗൈഡ് ലൈൻസ് എല്ലാം ഉണ്ടാക്കിയിട്ടുള്ളത്? ഒരു യൂണിഫോമിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രാജ്യത്തിൽ ഉപയോഗിക്കുന്ന എല്ലാ അക്കൗണ്ട് ബുക്കുകളും ഒരു കോമൺ ഒരു സ്ട്രക്ചർ അതിന് വേണം. അതായത് ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അല്ലെങ്കിൽ ഒരു ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുകയാണെങ്കിൽ ഒരു രാജ്യത്ത് തയ്യാറാക്കുന്ന എല്ലാ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും അല്ലെങ്കിൽ എല്ലാ ബാലൻസ് ഷീറ്റും തയ്യാറാക്കുന്നതിന് പ്രത്യേക റൂൾസും ഗൈഡ് ലൈൻസ് എല്ലാം ഉണ്ട്. അതുകൊണ്ടാണ് നിങ്ങളിപ്പോൾ ഈ കോമേഴ്സ് പഠിക്കുന്നത്. എങ്ങനെയാണ് തയ്യാറാക്കുന്നതിന് അതാണ് നമ്മൾ പഠിക്കുന്നത്. ഇപ്പം നമ്മുടെ സ്കൂളിൽ ഒരു പ്രത്യേക രീതി അക്കൗണ്ട് വരയ്ക്കാൻ പഠിപ്പിക്കുകയും തൊട്ടടുത്തുള്ള സ്കൂളുകളിൽ മറ്റൊരു രീതിയിൽ അക്കൗണ്ടിങ് വരയ്ക്കാൻ പഠിപ്പിക്കുകയോ അങ്ങനെയല്ല ചെയ്യുന്നത്. എല്ലായിടത്തും യൂണിഫോമാണ്. രാജ്യം മുഴുവൻ നമ്മൾ അക്കൗണ്ടിങ് തയ്യാറാക്കുന്ന, അല്ലെങ്കിൽ ലോകം മുഴുവൻ അക്കൗണ്ടിങ് തയ്യാറാക്കുന്നതിന് ഒരു പ്രത്യേക സ്ട്രക്ചറും പ്രത്യേക നിയമങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ട്. അതിനുവേണ്ടി അങ്ങനെ ഒരു യൂണിഫോമിറ്റി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞേക്കുന്ന നമ്മൾ ഈ പറഞ്ഞേക്കുന്ന പ്രിൻസിപ്പിൾസും കൺസെപ്റ്റും ഗൈഡ് ലൈൻസ് എല്ലാം ഉണ്ടാക്കിയിട്ടുള്ളത്. ആൻഡ് കൺസിസ്റ്റൻസി, അതായത് ഒരു സ്ഥിരത ഉണ്ടാകണം. എപ്പോഴും അതിൻ്റെ അകത്ത് മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കാൻ പറ്റത്തില്ല. ഈ വർഷം നമ്മൾ എഴുതുന്ന പോലെ ആ നിയമങ്ങൾ ഉപയോഗിച്ചിട്ട് തന്നെയായിരിക്കണം അടുത്ത വർഷം നമ്മൾ അക്കൗണ്ടിങ് തയ്യാറാക്കേണ്ടത്. അപ്പോൾ ഈ ഒരു യൂണിഫോമിറ്റിക്കും കൺസിസ്റ്റൻസിക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറഞ്ഞേക്കുന്ന പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ കൺസെപ്റ്റ് അല്ലെങ്കിൽ റൂൾസ് ഗൈഡ് ലൈൻസ് എല്ലാം നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുകയാണ് ടു ദ പ്രോസസ് ഓഫ് അക്കൗണ്ടിങ്. അപ്പോൾ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞ ഒരു പ്രോസസ്സിന് ഒരു യൂണിഫോമിറ്റി വേണം, ഒരു കൺസിസ്റ്റൻസി, ഒരു സ്ഥിരത വേണം. അല്ലെങ്കിൽ എല്ലായിടത്തും യൂണിഫോം ആയിരിക്കണം എന്ന് പറഞ്ഞാൽ ഒരുപോലെ തന്നെ ആയിരിക്കണം. അതുപോലെ തന്നെ അതിനൊരു സ്ഥിരത വേണം. ആൻഡ് എൻഹാൻസ് ഇറ്റ്സ് യൂട്ടിലിറ്റി ടു ഡിഫറെൻറ്റ് യൂസേഴ്സ്. അതോടൊപ്പം തന്നെ ഈ അക്കൗണ്ടിങ്ങിൻ്റെ യൂട്ടിലിറ്റി പല യൂസർമാർക്കും കിട്ടണം. ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ്റെ യൂസർമാർ ആരൊക്കെയാണ്? ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ യൂസർമാരുണ്ടെന്നൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ഇൻകം ടാക്സ് അതോറിറ്റി, ഗവൺമെൻറ്, പബ്ലിക്, ബാങ്ക്, അങ്ങനെ ഒരുപാട് ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ മാനേജേഴ്സ്, ഇങ്ങനെ ഒരുപാട് ആൾക്കാർ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ആവശ്യമായിട്ടുള്ളതുകൊണ്ട് അപ്പോൾ അവർക്കത് നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കണം. അങ്ങനെ പെട്ടെന്ന് നോക്കി മനസ്സിലാക്കണം എന്ത് വേണം? ഒരു യൂണിഫോമിറ്റിയും കൺസിസ്റ്റൻസിയും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് അവർക്കത് പെട്ടെന്ന് നോക്കി മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇനി അടുത്തായിട്ട് അവിടെ പറഞ്ഞിരിക്കുകയാണ് ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ. ആ പേരൊന്ന് ഓർത്ത് വെക്കുക, ICAI, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ ഈസ് ദ റെഗുലേറ്ററി ബോഡി ഫോർ സ്റ്റാൻഡേർഡൈസേഷൻ ഓഫ് അക്കൗണ്ടിങ് പോളിസീസ് ഇൻ ദ കൺട്രി. ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് ഈ പറഞ്ഞേക്കുന്ന അക്കൗണ്ടിങ്ങിൻ്റെ സ്റ്റാൻഡേർഡൈസേഷൻ, അതിനൊരു നിലവാരപ്പെടുത്തലും അതിനെ റെഗുലേറ്റ് ചെയ്യുന്ന, അതിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ, ICAI എന്ന് പറയുന്നത്. അപ്പോൾ ആരാണ് ഇന്ത്യയുടെ സ്റ്റാൻഡേർഡൈസേഷൻ എല്ലാം കൺട്രോൾ ചെയ്യുന്ന റെഗുലേറ്ററി ബോഡി എന്ന് ചോദിച്ചാൽ നമ്മൾ പറയണം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ, ICAI ആണ് ഇന്ത്യയിലുള്ള അക്കൗണ്ടിങ്ങിൻ്റെ റെഗുലേറ്ററി ബോഡി എന്ന് പറയുന്നത്. അപ്പോൾ അത് ഓർത്ത് വെക്കുക. ഇൻ ദ കൺട്രി ഹാസ് ഇഷ്യൂഡ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. അപ്പോൾ അവരെന്താണ് അതിന് വേണ്ടിയിട്ട് ഇഷ്യൂ ചെയ്തിട്ടുള്ളത്? അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്നുള്ള വാക്ക് ഓർത്ത് വെക്കുക. അപ്പോൾ ഏതൊക്കെയാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്നുള്ള ഈ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് അതിനെ പറ്റിയിട്ടുള്ള എക്സ്പ്ലനേഷനും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അപ്പം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ അവർ കുറച്ച് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സുകൾ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. വിച്ച് ആർ എക്സ്പെക്റ്റഡ് ടു ബി യൂണിഫോംലി. അത് എന്തിനാണ്? ഒരു യൂണിഫോമിറ്റി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആ സാധനം, ഈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡെല്ലാം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ തയ്യാറാക്കിയിട്ടുള്ളത്. യൂണിഫോംലി അഡ്ഹേർഡ് ടു ഇൻ ഓർഡർ ടു ബ്രിങ് കൺസിസ്റ്റൻസി ഇൻ ദ അക്കൗണ്ടിങ് പ്രാക്ടീസ്. അപ്പം ഒരു കൺസിസ്റ്റൻസി, അതായത് ഒരു സ്ഥിരത അതിൻ്റെ അകത്ത് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു യൂണിഫോമിറ്റി അക്കൗണ്ടിങ് പ്രാക്ടീസിൻ്റെ സമയത്ത് ഒരു യൂണിഫോമിറ്റിയും സ്ഥിരതയും എല്ലാ കമ്പനികളും ഒരുപോലെ ഉപയോഗിക്കണം. എല്ലാ കമ്പനികളും അക്കൗണ്ടിങ് തയ്യാറാക്കേണ്ട ഒരു പ്രത്യേക ഫോർമാറ്റിലാണ്.
അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റ് എല്ലാം തയ്യാറാക്കേണ്ടതിനെല്ലാം ഒരു കൃത്യമായിട്ടുള്ളൊരു ഫോർമാറ്റ് അവർ പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ എങ്ങനെയാണ് അക്കൗണ്ടിങ് തയ്യാറാക്കേണ്ടതെന്നുള്ളതിന് കൃത്യമായിട്ടുള്ളൊരു സ്റ്റാൻഡേർഡും മെത്തേഡെല്ലാം അവർ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അതെന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെയെല്ലാം തയ്യാറാക്കിയിട്ടുള്ളത്? ഒരു യൂണിഫോമിറ്റി ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടും അതോടൊപ്പം തന്നെ ഒരു കൺസിസ്റ്റൻസി ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞേക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ കുറേ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുകൾ ഇറക്കിയിട്ടുള്ളത്. ദീസ് ആർ ഡിസ്കസ്ഡ് ഇൻ ദ സെക്ഷൻ ടു ഫോളോ. അപ്പോൾ അത് അവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അതിനെപ്പറ്റിയെല്ലാം പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇത്രേ ഉള്ളൂ. തിയറി ബേസ് ഓഫ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ഉൾപ്പെട്ട കാര്യങ്ങളാണ്. എന്തൊക്കെയാണ്? പ്രിൻസിപ്പിൾസ്, കുറേ തത്വങ്ങൾ വരുന്നുണ്ട്. കൺസെപ്റ്റ്സ്, ഇതേപ്പറ്റിയിട്ടുള്ള കുറേ മുൻവിധികളും ചിന്തകളും അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. അതായത് അക്കൗണ്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. അക്കൗണ്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട റൂൾസ് അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. ഗൈഡ് ലൈൻസ്, അതിൻ്റെ മാർഗ്ഗനിർദ്ദേശങ്ങൾ അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. ഇതെല്ലാം ആണ് ഈ പറഞ്ഞേക്കുന്ന അക്കൗണ്ടിങ്ങിൻ്റെ തിയറി ബേസ് ഓഫ് അക്കൗണ്ടിങ്ങിനകത്ത് വരുന്നത്. ഇതെല്ലാം എന്തിനു വേണ്ടിയിട്ടാണ് തയ്യാറാക്കിയിട്ടുള്ളത്? ഈ റൂൾസും ഗൈഡ് ലൈൻസും എല്ലാം തയ്യാറാക്കിയിട്ടുള്ള യൂണിഫോമിറ്റിക്കും കൺസിസ്റ്റൻസിക്കും വേണ്ടിയിട്ടാണ്. ഇപ്പോൾ അക്കൗണ്ടിങ് പ്രാക്ടീസിൻ്റെ സമയത്ത് ലോകം മുഴുവൻ അല്ലെങ്കിൽ ഈ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ആവശ്യമായിട്ടുള്ളവർ പരിശോധിക്കുമ്പോൾ അവർക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ട് അതിനൊരു യൂണിഫോമിറ്റി, ആ രണ്ട് വാക്കുകൾ ഓർത്ത് വെക്കുക, യൂണിഫോമിറ്റി ആൻഡ് കൺസിസ്റ്റൻസി. ഈ രണ്ട് സാധനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞേക്കുന്ന അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ അക്കൗണ്ടിങ് കൺസെപ്റ്റ്, അക്കൗണ്ടിങ് റൂൾസ്, അക്കൗണ്ടിങ് ഗൈഡ് ലൈൻസ് എല്ലാം ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഇതെല്ലാം ആരാണ് ഡെവലപ്പ് ചെയ്യുന്നത്? അല്ലെങ്കിൽ ഇതിൻ്റെ റെഗുലേറ്ററി ബോഡി ആരാണ്? റെഗുലേറ്ററി ബോഡി എന്ന് പറഞ്ഞാൽ ഇതിനെല്ലാം കൺട്രോൾ ചെയ്യുന്ന ആരാണ്? ഇന്ത്യയിൽ കൺട്രോൾ ചെയ്യുന്ന ആരാണ്? ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ, ICAI എന്ന് പറയുന്ന സ്ഥാപനമാണ് ഇന്ത്യയിൽ ഈ പറഞ്ഞേക്കുന്ന അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എല്ലാം കൊണ്ടുവന്നിട്ടുള്ളത്. ഇനി അടുത്തായിട്ട് പഠിക്കാൻ പോകുന്നതാണ് ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്. അതിൻ്റെ ഒരു ഷോർട്ട് ഫോമാണ് GAAP. അത് ആ റൗണ്ടിലിട്ടേക്കുന്നതാണ്. അതെല്ലാവരും ആ ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസിൻ്റെ അടുത്ത് തന്നെ പേന കൊണ്ട് എഴുതി വെക്കുക, GAAP. അത് ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എന്നാണ് അതിൻ്റെ മുഴുവൻ പേര്. ചിലപ്പോൾ ഒരു മാർക്കിനൊക്കെ ചോദിച്ചു വന്നിട്ടുണ്ട്, GAAP ഫുൾ ഫോം എന്താണ്? ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്. ജനറലി അക്സെപ്റ്റഡ് എന്ന് പറഞ്ഞാൽ കോമൺ ആയിട്ട് എല്ലാവരും അംഗീകരിച്ചേക്കുന്ന അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്. അത് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യമാണ് ഇനി പറയാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇൻ ഓർഡർ ടു മെയിൻറ്റെയിൻ യൂണിഫോമിറ്റി ആൻഡ് കൺസിസ്റ്റൻസി. അപ്പം അവിടെ ഒരു യൂണിഫോമിറ്റി, എല്ലാ അക്കൗണ്ട് ബുക്കുകളും ഒരേപോലെ തന്നെ ഇരിക്കണം. അല്ലെങ്കിൽ എല്ലാ അക്കൗണ്ട് ബുക്കിൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും എല്ലാം ഒരുപോലെ തന്നെ ഇരിക്കണം. അല്ലെങ്കിൽ കൺസിസ്റ്റൻസി, അവ തമ്മിലൊരു പൊരുത്തം ഉണ്ടാവണം. അതായത് എല്ലാം തമ്മിൽ ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ ബാലൻസ് ഷീറ്റിൻ്റെ ഫോർമാറ്റും ഈ വർഷത്തെ ബാലൻസ് ഷീറ്റിൻ്റെ ഫോർമാറ്റും, അല്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഫോർമാറ്റും ഈ വർഷത്തെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഫോർമാറ്റും എല്ലാം ഏതാണ്ട് ഒരുപോലെ തന്നെ ഇരിക്കണം. അത് തമ്മിലൊരു പൊരുത്തമൊക്കെ ഉണ്ടായിരിക്കണം. അതിനൊക്കെ വേണ്ടിയിട്ട് അക്കൗണ്ടിങ് റെക്കോർഡ്സ്. അപ്പോൾ അക്കൗണ്ടിങ് റെക്കോർഡ്സിനൊരു യൂണിഫോമിറ്റിയും ഈ പറഞ്ഞ വെക്കുന്ന പോലെ തന്നെ കൺസിസ്റ്റൻസി അല്ലെങ്കിൽ ഒരു സ്ഥിരത ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് certain rules or principles have been developed. അതിന് വേണ്ടിയിട്ട് കുറച്ച് നിയമങ്ങൾ, റൂൾസും അതോടൊപ്പം തന്നെ കുറച്ച് തത്വങ്ങളും പ്രിൻസിപ്പിൾസും ഉണ്ടാക്കിയിട്ടുണ്ട്. ഹാവ് ബീൻ ഡെവലപ്ഡ് വിച്ച് ആർ ജനറലി അക്സെപ്റ്റഡ് ബൈ ദ അക്കൗണ്ടിങ് പ്രൊഫഷൻ. അതെന്ത് ചെയ്തിരിക്കുകയാണ്? അക്കൗണ്ടിങ് പ്രൊഫഷൻ അതിനെ അംഗീകരിച്ചിരിക്കുകയാണ്. അപ്പം എല്ലായിടത്തും അക്കൗണ്ടിങ് എഴുതുമ്പം, അപ്പം നിങ്ങളുടെ സ്കൂളിൽ അക്കൗണ്ടൻസി പഠിക്കുന്ന പോലെ തന്നെയാണ് തൊട്ടടുത്തുള്ള സ്കൂളിലും അക്കൗണ്ടൻസി പഠിക്കുന്നത്. അപ്പോൾ എല്ലായിടത്തും ജനറലി അക്സെപ്റ്റഡ് ആണ്. അതിനൊരു കൃത്യമായിട്ടുള്ള ഫോർമാറ്റ്, ഇപ്പോൾ സയൻസിൻ്റെ ഫോർമുല പോലെ തന്നെ അക്കൗണ്ട് ബുക്ക് വരയ്ക്കുന്നതിനൊരു കൃത്യമായിട്ടുള്ള റൂൾസും റെഗുലേഷൻസും പ്രിൻസിപ്പിൾസും എല്ലാം ഉണ്ട്. അതാണ് ഈ ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ദീസ് റൂൾസ് ആർ കോൾഡ് ബൈ ഡിഫറെൻറ്റ് നെയിംസ്. ഈ നിയമങ്ങളെ പല പേരിൽ അറിയപ്പെടുന്നുണ്ട്. സച്ചസ് പ്രിൻസിപ്പിൾസ് എന്ന് വിളിക്കാറുണ്ട്, കൺസെപ്റ്റ്സ് എന്ന് വിളിക്കാറുണ്ട്, കൺവെൻഷൻ എന്ന് പറഞ്ഞാൽ ഒരു ആചാരം എന്നുള്ളൊരു അർത്ഥമാണ് അവിടെ വരുന്നത്. പോസ്റ്റ്ലേറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തത്വങ്ങൾ, അസംഷൻസ് കണക്കുകൂട്ടലുകൾ, ആൻഡ് മോഡിഫൈയിങ് പ്രിൻസിപ്പിൾസ്. അപ്പോൾ ഈ ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസിൻ്റെ പല പേരുകളാണ്. എന്തൊക്കെ? പ്രിൻസിപ്പിൾസ്, കൺസെപ്റ്റ്, കൺവെൻഷൻ, പോസ്റ്റ്ലേറ്റ്സ്, അസംഷൻ ആൻഡ് മോഡിഫൈയിങ് പ്രിൻസിപ്പിൾസ്. ഇങ്ങനെ പല പേരുകളിൽ ഇത് അറിയപ്പെടുന്നുണ്ട്. ഇനി അടുത്തായിട്ട് അടയാളപ്പെടുത്തിക്കുന്ന ഭാഗം നോക്കുക. ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് GAAP റെഫേഴ്സ് ടു ദ റൂൾസ് ആൻഡ് ഗൈഡ് ലൈൻസ്. ഒന്ന് അടയാളപ്പെടുത്തി വെക്കുക, അണ്ടർലൈൻ ചെയ്ത് വെക്കുക, റൂൾസ് ആൻഡ് ഗൈഡ് ലൈൻസ്. അപ്പോൾ ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? റൂൾസും ഗൈഡ് ലൈൻസും. അതായത് കുറച്ച് റൂൾസ് ഉണ്ട്, കുറച്ച് നിയമങ്ങളുണ്ട്. അക്കൗണ്ടിങ് ചെയ്യുന്ന സമയത്ത് കുറച്ച് റൂൾസ് ഉണ്ട്, അല്ലെങ്കിൽ കുറച്ച് നിർദ്ദേശങ്ങളുണ്ട്. അഡോപ്റ്റഡ് ഫോർ റെക്കോർഡിംഗ് ആൻഡ് റിപ്പോർട്ടിംഗ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻ. അപ്പോൾ ബിസിനസ് ട്രാൻസാക്ഷൻസ് രേഖപ്പെടുത്തുന്നതിനും റിപ്പോർട്ട് ചെയ്യുന്നതിനും കുറച്ച് റൂൾസും അതോടൊപ്പം തന്നെ കുറച്ച് ഗൈഡ് ലൈൻസും ഉണ്ട്.
അതിനെയാണ് നമ്മളെന്ന് പറയുന്നത് ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. അത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇൻ ഓർഡർ ടു ബ്രിങ് യൂണിഫോമിറ്റി ഇൻ ദ പ്രിപ്പറേഷൻ ആൻഡ് പ്രസൻറ്റേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് തയ്യാറാക്കുന്ന സമയത്ത് യൂണിഫോമിറ്റി ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടും അതോടൊപ്പം തന്നെ അത് പ്രിപ്പറേഷൻ്റെയും പ്രസൻറ്റേഷൻ്റെയും സമയത്ത് ഒരു യൂണിഫോമിറ്റി ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞിരിക്കുന്നത് ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ GAAP എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറ്റ വാക്കിൽ നമുക്ക് എന്തെന്ന് പറയാം? സർട്ടൺ റൂൾസ് ആൻഡ് ഗൈഡ് ലൈൻസ്. ചില റൂൾസിനെയും ഗൈഡ് ലൈൻസിനെയാണ് നമ്മൾ ഈ ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ റൂൾസ് ആൻഡ് ഗൈഡ് ലൈൻസ് ഉണ്ടാക്കിയിട്ടുള്ളത്? ഫോർ റെക്കോർഡിംഗ് ആൻഡ് റിപ്പോർട്ടിംഗ് ബിസിനസ് ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ ഇടപാടുകൾ അക്കൗണ്ട് ബുക്കിനകത്ത് റെക്കോർഡ് ചെയ്യുന്നതിനും റിപ്പോർട്ട് ചെയ്യുന്നതിനും രേഖപ്പെടുത്തുന്നതിനും റിപ്പോർട്ട് ചെയ്യുന്നതിനും വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ചില നിയമങ്ങളെ മാർഗ്ഗനിർദ്ദേശങ്ങളെയാണ് നമ്മൾ ഈ ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒറ്റ വാക്കിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണിത്? റൂൾസ് ആൻഡ് ഗൈഡ് ലൈൻസ് എന്തിനു വേണ്ടിയിട്ടാണ്? റെക്കോർഡിംഗ് ബിസിനസ് ട്രാൻസാക്ഷൻ, ബിസിനസ്സിൻ്റെ ട്രാൻസാക്ഷൻ രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള റൂൾസ് ആൻഡ് ഗൈഡ് ലൈൻസിനാണ് നമ്മളെന്ന് പറയുന്നത് ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. അടുത്തായിട്ട് നോക്കാൻ പോകുന്നതാണ് ബേസിക് അക്കൗണ്ടിങ് കൺസെപ്റ്റ്. ഈ അക്കൗണ്ടിങ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. നമ്മൾ ഈ പറഞ്ഞേക്കുന്ന അക്കൗണ്ട്സ് തയ്യാറാക്കുന്ന സമയത്ത് അതിനകത്ത് വരുന്ന റൂൾസും കാര്യങ്ങളൊക്കെയാണ് ഈ അക്കൗണ്ടിങ് കൺസെപ്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ. അല്ലെങ്കിൽ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഫണ്ടമെൻ്റൽ ഐഡിയാസ് ഓർ ബേസിക് അസംഷൻസ്. ഫണ്ടമെൻ്റൽ ഐഡിയാസ് ഓർ ബേസിക് അസംഷൻ എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. അടിസ്ഥാനപരമായിട്ട് ബേസിക്കായിട്ട് നമ്മൾ ഈ അക്കൗണ്ടിങ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതിൻ്റെ കുറേ റൂൾസ് ഉണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ കുറേ ഗൈഡ് ലൈൻസ് ഉണ്ട്. ഇപ്പോൾ ഇച്ചിരി മുമ്പ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസിനകത്ത് പറയുന്ന പോലെ തന്നെ അതിന് കുറേ റൂൾസും ഗൈഡ് ലൈൻസ് എല്ലാം ഉണ്ട്. അതിനെയാണ് ഈ ബേസിക് അക്കൗണ്ടിങ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അത് നമ്മൾ ആ ഒരു വാക്ക് അത്ര ഓർത്തിരിക്കേണ്ട. ഏതൊക്കെയാണ് ബേസിക് അക്കൗണ്ടിങ് കൺസെപ്റ്റ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ബിസിനസ് എൻറ്റിറ്റി ഉണ്ട്, മണി മെഷർമെൻ്റ് ഉണ്ട്, ഗോയിങ് കൺസേൺ ഉണ്ട്, അക്കൗണ്ടിങ് പീരീഡ് ഉണ്ട്, കോസ്റ്റ്, ഡ്യുവൽ ആസ്പെക്റ്റ്, റവന്യൂ റെക്കഗ്നീഷൻ, മാച്ചിങ്, ഫുൾ ഡിസ്ക്ലോഷർ, കൺസിസ്റ്റൻസി, കൺസർവേറ്റിസം, മെറ്റീരിയാലിറ്റി, ഒബ്ജക്റ്റിവിറ്റി. ഇങ്ങനെ കുറേ എണ്ണം ഉണ്ട്. നമ്മൾ ഓരോന്നായിട്ട് എന്തൊക്കെയാണെന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഇനി അതിൽ ഫസ്റ്റ് വണ്ണാണ് ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ്. എന്താണ് ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അത് മൊത്തം പഠിക്കേണ്ട, ഈ പറയുന്ന കാര്യം മാത്രം ഒന്ന് മനസ്സിലാക്കി പഠിച്ചാൽ മതിയാവും. ദി കൺസെപ്റ്റ് ഓഫ് ബിസിനസ് എൻറ്റിറ്റി അസ്യൂംസ് ദാറ്റ്, ഈ ബിസിനസ് എൻറ്റിറ്റി അസ്യൂം ചെയ്യുന്നത് എന്താണ് പറയുന്നത് എന്നുള്ള കാര്യമാണ് പറയാൻ പോകുന്നത്. ദാറ്റ് ബിസിനസ് ഹാസ് എ ഡിസ്റ്റിങ്ക്റ്റ് ആൻഡ് സെപ്പറേറ്റ് എൻറ്റിറ്റി ഫ്രം ഇറ്റ്സ് ഓണേഴ്സ്. അപ്പം ഈ ഡിസ്റ്റിങ്ക്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വ്യത്യാസപ്പെട്ടിരിക്കുക, അല്ലെങ്കിൽ സെപ്പറേറ്റ് എന്ന് പറഞ്ഞാൽ വ്യത്യാസപ്പെട്ടിരിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. ഇപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത്? ബിസിനസ് വ്യത്യാസപ്പെട്ടിരിക്കുകയാണ് ആരുമായിട്ട്? ഫ്രം ഇറ്റ്സ് ഓണേഴ്സ്. അപ്പം ഓണേഴ്സും ബിസിനസ്സും രണ്ട് ആൾക്കാരാണെന്നുള്ള കാര്യമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പം നമ്മൾ ഓർക്കും, ഈ ബിസിനസ്സിനോട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ മുടക്കുന്ന ആൾ അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ ഓണർ, അയാളുടെ അല്ലേ ഈ ബിസിനസ്? അപ്പോൾ അത് രണ്ടും ഒന്നല്ലേ? ഈ ബിസിനസ്സിൽ നിന്ന് ഓണർ പൈസ പിൻവലിച്ചുകൊണ്ട് പോകുന്നതിന് ഡ്രോവിങ്സ് എന്ന് പറയേണ്ട കാര്യമുണ്ടോ? അത് അയാളുടെ തന്നെ പൈസയല്ലേ? അതെന്തിനാണ് അതിനെ ഡ്രോവിങ്സ് എന്ന് വിളിക്കുന്നത്? കാരണം ആ ഓണറല്ലേ ബിസിനസ്സിലോട്ട് പൈസ മുടക്കിയത്. അങ്ങനെ നമ്മൾ സാധാരണ നോർമലി നമ്മൾ ചിന്തിച്ചു പോകും. പക്ഷേ അങ്ങനെയല്ല. നമ്മൾ അക്കൗണ്ടിങ്ങിനകത്ത് നമ്മൾ ഈ പറഞ്ഞേക്കുന്ന അക്കൗണ്ടിങ് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത്, കണക്ക് എഴുതുന്ന സമയത്ത് നമ്മൾ എന്തായിട്ടാണ് ചെയ്യേണ്ടത്? ബിസിനസ്സിനെയും ഓണറിനെയും രണ്ട് വ്യക്തികളായിട്ടേ കാണാവുള്ളൂ. എയും ബിയും എന്ന് പറയുന്ന പോലെ തന്നെ ബിസിനസ്സിനെയും ഓണറിനെയും രണ്ട് വ്യക്തികളായിട്ട് കാണുക. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ബിസിനസ് ഹാസ് എ ഡിസ്റ്റിങ്ക്റ്റ് ആൻഡ് സെപ്പറേറ്റ് എൻറ്റിറ്റി ഫ്രം ഇറ്റ്സ് ഓണേഴ്സ്. ബിസിനസ്സും ഓണേഴ്സും സെപ്പറേറ്റ് ആണ്, അവർ രണ്ടുപേരും രണ്ട് വ്യക്തികളാണെന്നുള്ള കാര്യമാണ് ഈ ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് അണ്ടർലൈൻ ചെയ്ത് പഠിക്കുക. ഇനി അവിടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരിക്കുകയാണ്. ഇറ്റ് മീൻസ് ദാറ്റ് ഫോർ ദ പർപ്പസ് ഓഫ് അക്കൗണ്ടിങ് ദ ബിസിനസ് ആൻഡ് ഇറ്റ്സ് ഓണേഴ്സ് ആർ ടു ബി ട്രീറ്റഡ് ആസ് ടു സെപ്പറേറ്റ് എൻറ്റിറ്റീസ്. അപ്പം അക്കൗണ്ടിങ് പർപ്പസിന് വേണ്ടിയിട്ട്, അക്കൗണ്ടിങ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ബിസിനസ്സിനെയും ഓണേഴ്സിനെയും എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്? ടു സെപ്പറേറ്റ് എൻറ്റിറ്റീസ്, രണ്ട് എൻറ്റിറ്റി ആയിട്ടാണ് കാണുന്നതിനെ. അതായത് രണ്ട് വ്യക്തികളായിട്ടാണ്, രണ്ട് കമ്പനികളായിട്ടെന്ന് വേണേൽ പറയാം, അല്ലെങ്കിൽ രണ്ട് സ്ഥാപനങ്ങളെന്ന് വേണേൽ പറയാം, രണ്ട് വ്യക്തികളെന്ന് വേണേൽ പറയാം. രണ്ട് വ്യക്തികളെന്നുള്ളതാണ് കൂടുതൽ നമുക്ക് മനസ്സിലാക്കത്തക്ക രീതിയിൽ പറയാം. ഓണറിനെ എ എന്ന് പറഞ്ഞ് കാണാം, ബിസിനസ്സിനെ ബി എന്ന് പറഞ്ഞ് കാണാം. അപ്പം അങ്ങനെ ബിസിനസ്സിനെയും ഓണറിനെയും സെപ്പറേറ്റ് ആയിട്ട് കാണുക. അവരെ രണ്ടുപേരെയും ഒന്നായിട്ടല്ല കാണേണ്ടത്, അവരെ രണ്ടുപേരെയും രണ്ടായിട്ട് കാണുക. ഇനി നമുക്ക് നോക്കാം. കീപ്പിംഗ് ഇൻ ദിസ് വ്യൂ, അങ്ങനെ ഒരു കാഴ്ചപ്പാടുള്ളതുകൊണ്ടാണ് വെൻ എ പേഴ്സൺ ബ്രിങ്സ് ഇൻ സം മണി ആസ് ക്യാപിറ്റൽ ഇൻ ടു ദ ബിസിനസ്. അപ്പം ഒരു ഓണർ ബിസിനസ്സിലോട്ട് ക്യാപിറ്റൽ കൊണ്ടുവരിക, കുറച്ച് പൈസ കൊണ്ടുവരിക, മൂലധനമായിട്ട് കുറച്ച് പൈസ ബിസിനസ്സിലോട്ട് കൊണ്ടുവരികയാണ്. ഇൻ അക്കൗണ്ടിങ് റെക്കോർഡ്സ് ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് എ ലൈബിലിറ്റി ഓഫ് ദ ബിസിനസ് ടു ദ ഓണർ. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് അതിനെ കാണേണ്ടത്? അപ്പം ഒരു ഓണർ, എ എന്ന് പറയുന്ന ഒരു ഓണർ ബിസിനസ്സിലോട്ട് പൈസ ക്യാപിറ്റലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. പക്ഷേ നമ്മൾ കണക്കെഴുതുന്ന സമയത്ത്
അതിനെ ആ ക്യാപിറ്റലിനെ നമ്മൾ എന്തായിട്ട് എഴുതുള്ളൂ, ലൈബിലിറ്റി, ബാധ്യതയായിട്ട് എഴുതുള്ളൂ. അതായത് ഓണർക്ക് അത് തിരിച്ചു കൊടുക്കണം. അത് ബിസിനസ്സിൻ്റെ പൈസയല്ല, അത് വേറൊരു വ്യക്തി ബിസിനസ്സിന് തന്നേക്കുന്ന പൈസയാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ബിസിനസ് എന്ത് ചെയ്യണം, ആ പൈസ നമ്മൾ തിരിച്ചു കൊടുക്കണം. അപ്പോൾ അത് എന്തുകൊണ്ടാണ് അങ്ങനെ ഇടുന്നത്? ഈ ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് പ്രകാരമാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അതായത് ഓണർ ബിസിനസ്സിലോട്ട് എന്ത് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും അത് ഒരു ലൈബിലിറ്റിയാണ്. അത് ബിസിനസ് എന്ത് ചെയ്യണം, ഓണർക്ക് തിരിച്ചു കൊടുക്കണം. എന്ന് പറഞ്ഞ പോലെ തന്നെ ഓണർ ബിസിനസ്സിനകത്ത് നിന്ന് എന്തെങ്കിലും എടുത്തുകൊണ്ട് പോവുകയാണെങ്കിൽ, ക്യാഷോ ഗുഡ്സോ എന്തെങ്കിലും എടുത്തുകൊണ്ട് പോവുകയാണെങ്കിൽ അതിനെ നമ്മൾ ഡ്രോവിങ്സ് എന്ന് വിളിക്കുന്നത്. അതും എന്ത് ചെയ്യണം, ഓണർ ബിസിനസ്സിന് തിരിച്ചു കൊടുക്കണം. കാരണം എന്താണ്, രണ്ടും രണ്ട് വ്യക്തികളാണ്. അപ്പോൾ ബിസിനസ്സിനെ നമ്മളൊരു ജീവനുള്ള വ്യക്തിയായിട്ട് തന്നെ കാണുക. അപ്പം ബിസിനസ്സിന് ആ ജീവനുള്ള ഒരു വ്യക്തിയായിട്ട് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബിസിനസ്സിന് ഓണർ എന്തെങ്കിലും പൈസ ക്യാപിറ്റലായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ബിസിനസ് എന്ത് ചെയ്യണം, അതിനെ ലൈബിലിറ്റി, അതിനെ ഒരു ബാധ്യതയായിട്ട് കണ്ടിട്ട് ഓണർക്ക് അത് തിരിച്ചു കൊടുക്കണം. എന്ന് പറഞ്ഞ പോലെ തന്നെ ഓണർ ബിസിനസ് എന്ന് പറഞ്ഞ വ്യക്തിയുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും പൈസയോ ഗുഡ്സോ എടുത്തുകൊണ്ട് പോവുകയാണെങ്കിൽ ഓണറും എന്ത് ചെയ്യണം, അതിനെ ഡ്രോവിങ്സ് ആയിട്ട് നമ്മൾ എഴുതി വെക്കും. ആ ഡ്രോവിങ്സ് ഓണർ എന്ത് ചെയ്യണം, അത് തിരിച്ചു കൊടുക്കാനായിട്ട് ഓണർ ബാധ്യസ്ഥനാണ്. അതാണ് ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ടു എൻറ്റിറ്റീസ്, രണ്ട് എൻറ്റിറ്റി ആയിട്ട് നമ്മൾ കാണണം. ആരെയൊക്കെയാണ്, ബിസിനസ്സിനെ ഓണറിനെ നമ്മൾ രണ്ട് എൻറ്റിറ്റി ആയിട്ട് കാണുക, സെപ്പറേറ്റ് എൻറ്റിറ്റി ആയിട്ട് കാണുക, സെപ്പറേറ്റ് വ്യക്തികളായിട്ട് കാണുക. ഇനി അടുത്തായിട്ട് പറഞ്ഞിട്ടുള്ള കൺസെപ്റ്റാണ് മണി മെഷർമെൻറ്റ് കൺസെപ്റ്റ്. മണി മെഷർമെൻറ്റ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. നമുക്ക് ഈ പൈസയുമായിട്ട് മെഷർ ചെയ്യാൻ, അളക്കാൻ പറ്റുന്ന ട്രാൻസാക്ഷനെ മാത്രം അക്കൗണ്ട് ബുക്കിൻ്റെ അകത്ത് രേഖപ്പെടുത്തിയാൽ മതി. ഈ പൈസയുമായിട്ട് കൺവേർട്ട് ചെയ്ത് എഴുതാൻ പറ്റാത്ത തരത്തിലുള്ള ഇടപാടുകൾ എന്തെങ്കിലും ഒരു ഓർഗനൈസേഷനിൽ അല്ലെങ്കിൽ ഒരു കമ്പനിയിൽ ഉണ്ടാകുകയാണെങ്കിൽ അത്തരത്തിലുള്ള ട്രാൻസാക്ഷൻ നമ്മൾ രേഖപ്പെടുത്തേണ്ടതില്ല. എന്തുമാത്രം അക്കൗണ്ട് ബുക്ക് രേഖപ്പെടുത്തിയാൽ മതി, പൈസയുമായിട്ട് മെഷർ ചെയ്യാൻ, മണിയുമായിട്ട് മെഷർ ചെയ്യാൻ പറ്റാവുന്ന തരത്തിലുള്ള ട്രാൻസാക്ഷൻ മാത്രം അക്കൗണ്ട് ബുക്കിനകത്ത് രേഖപ്പെടുത്തിയാൽ മതിയാവും. ദി കൺസെപ്റ്റ് ഓഫ് മണി മെഷർമെൻറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ്, മണി മെഷർമെൻറ്റ് കൺസെപ്റ്റ് സ്റ്റേറ്റ് ചെയ്യുന്നത്, പറയുന്നത്, ഓൺലി ദോസ് ട്രാൻസാക്ഷൻ ആൻഡ് ഹാപ്പനിങ്സ് ഇൻ ആൻ ഓർഗനൈസേഷൻ വിച്ച് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് മണി. അതായത് പൈസയുമായിട്ട് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ഹാപ്പനിങ്, അവിടെ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ, ഓരോ ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ പൈസയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും ട്രാൻസാക്ഷൻസോ ഹാപ്പനിങ്സോ ഉണ്ടാകുകയാണെങ്കിൽ, സച്ച് ആസ് സെയിൽ ഓഫ് ഗുഡ്സ്, നമ്മൾ ഗുഡ്സ് വിറ്റ് പൈസ കിട്ടി, പേയ്മെൻറ്റ് ഓഫ് എക്സ്പെൻസ്, നമ്മൾ കുറച്ച് സാലറി കൊടുത്തു അല്ലെങ്കിൽ റെൻറ്റ് കൊടുത്തു, അങ്ങനെ കുറച്ച് ചിലവുകളുണ്ടായി, റെസിപ്റ്റ് ഓഫ് ഇൻകം, നമ്മൾ എന്തെങ്കിലും സാധനങ്ങൾ വിറ്റ് നമുക്ക് വരുമാനം ഉണ്ടായി, എക്സെട്ര ആർ ടു ബി റെക്കോർഡഡ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്. ഈ രീതിയിൽ പൈസയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ട്രാൻസാക്ഷൻ മാത്രമാണ് നമ്മളിവിടെ രേഖപ്പെടുത്താവുള്ളൂ, റെക്കോർഡഡ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട് ബുക്കിൻ്റെ അകത്ത് രേഖപ്പെടുത്താവുള്ളൂ. അതായത് സെയിൽ ഓഫ് ഗുഡ്സ് വിറ്റ് നമുക്ക് പൈസ കിട്ടി, നമ്മൾ കുറച്ച് എക്സ്പെൻസിന് വേണ്ടി പേയ്മെൻറ്റ് നടത്തി, ഒരു 10,000 രൂപ ശമ്പളമായിട്ട് കൊടുത്തു, അല്ലെങ്കിൽ ഒരു 1000 രൂപ ഇത് ഇലക്ട്രിസിറ്റി ബില്ല് കൊടുത്തു, അല്ലെങ്കിൽ ഒരു 1000 രൂപ ട്രാൻസ്പോർട്ടേഷൻ ചാർജിന് കൊടുത്തു. ഇതെല്ലാം പൈസയുമായിട്ട് ബന്ധപ്പെട്ടാണ്. അല്ലെങ്കിൽ റെസിപ്റ്റ് ഓഫ് ഇൻകം, എന്തെങ്കിലും അസറ്റ് വിറ്റ് നമുക്ക് പൈസ കിട്ടി, അല്ലെങ്കിൽ എന്തെങ്കിലും ഗുഡ്സ് വിറ്റ് നമുക്ക് 1000 രൂപ 2000 രൂപ 500 10,000 ഒക്കെ കിട്ടിയെന്ന് വിചാരിക്കുക. അങ്ങനെ പൈസയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ എഴുതാവുള്ളൂ, അക്കൗണ്ട് ബുക്കിനകത്ത് രേഖപ്പെടുത്താവുള്ളൂ. അതാണ് മണി മെഷർമെൻറ്റ് കൺസെപ്റ്റിനകത്ത് പറഞ്ഞിട്ടുള്ളത്. ആ വാക്കിൽ തന്നെയുണ്ട് മണി മെഷർമെൻറ്റ്. മണി എന്ന് പറഞ്ഞാൽ പൈസ, മെഷർ ചെയ്യുക എന്ന് പറഞ്ഞാൽ അളക്കുക. പൈസ വെച്ച് അളക്കാൻ പറ്റുന്ന ട്രാൻസാക്ഷനെ മാത്രമാണ് നമ്മളിവിടെ രേഖപ്പെടുത്താവുള്ളൂ, അക്കൗണ്ട് ബുക്കിനകത്ത് രേഖപ്പെടുത്താവുള്ളൂ. ഇനി അടുത്തായിട്ട് അവിടെ പറഞ്ഞിരിക്കുകയാണ്, ഓൾ സച്ച് ട്രാൻസാക്ഷൻസ് ഓർ ഹാപ്പനിങ്സ് വിച്ച് കനോട്ട് ബി എക്സ്പ്രസ്ഡ് ഇൻ മോണിറ്ററി ടൈംസ്. ഇനി നമ്മുടെ കമ്പനിക്കകത്ത് വേറെ ചില സംഭവങ്ങളും ട്രാൻസാക്ഷനെല്ലാം നടക്കും, വിച്ച് കനോട്ട് ബി എക്സ്പ്രസ്ഡ് ഇൻ മോണിറ്ററി ടൈംസ്. പൈസയുമായിട്ട് ബന്ധപ്പെടാത്ത അല്ലെങ്കിൽ പൈസയുമായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള ട്രാൻസാക്ഷൻ അവിടെ നടക്കാം. ഫോർ എക്സാമ്പിൾ, ദ അപ്പോയിൻമെൻറ്റ് ഓഫ് എ മാനേജർ, ഒരു മാനേജറെ അപ്പോയിൻറ്റ് ചെയ്തു. കേപ്പബിലിറ്റീസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ്, നമ്മുടെ അവിടെയുള്ള വർക്കേഴ്സിൻ്റെ ഒരു സാമർഥ്യം, അല്ലെങ്കിൽ ക്രിയേറ്റിവിറ്റി ഓഫ് ഇറ്റ്സ് റിസർച്ച് ഡിപ്പാർട്ട്മെൻറ്റ്, നമ്മുടെ കമ്പനിക്ക് ഒരു റിസർച്ച് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, അവർ ക്രിയേറ്റീവായിട്ട് ഓരോന്ന് കണ്ടുപിടിക്കുന്നുണ്ട്. ഓർ ഇമേജ് ഓഫ് ദ ഓർഗനൈസേഷൻ എമംഗ് പീപ്പിൾ, ആൾക്കാരുടെ ഇടയ്ക്ക് നമ്മുടെ കമ്പനിക്ക് ഉണ്ടാകുന്ന ഇമേജ്, ഇങ്ങനെ കുറേ കാര്യങ്ങളും ഈ കൂടെ തന്നെയുണ്ട്. നമ്മുടെ കമ്പനിക്കകത്ത് നടക്കുന്ന കുറേ കാര്യങ്ങളാണ്. മാനേജർക്ക് അപ്പോയിൻമെൻറ്റ് കൊടുത്തു, ഹ്യൂമൻ റിസോഴ്സിൻ്റെ കപ്പാസിറ്റി, അതോടൊപ്പം തന്നെ റിസർച്ച് ടീം കണ്ടുപിടിക്കുന്ന പുതിയ കണ്ടുപിടുത്തങ്ങൾ, ആൾക്കാരുടെ ഇടയ്ക്കുള്ള കമ്പനിയുടെ ഇമേജ്, ഇത്തരം കാര്യങ്ങളൊന്നും ഡു നോട്ട് ഫൈൻഡ് എ പ്ലേസ് ഇൻ ദ അക്കൗണ്ടിങ് റെക്കോർഡ്സ്. ഇതൊന്നും നമ്മളവിടെ രേഖപ്പെടുത്തി വെക്കില്ല, അക്കൗണ്ട് ബുക്കിനകത്ത് രേഖപ്പെടുത്തി വെക്കില്ല. ഇപ്പോൾ ഒരു മാനേജറെ അപ്പോയിൻറ്റ് ചെയ്ത കാര്യം അതിനകത്ത് രേഖപ്പെടുത്തില്ല. മാനേജർക്ക് ശമ്പളം കൊടുത്ത കാര്യം എഴുതും, കാരണം അത് പൈസയായിട്ട് ബന്ധപ്പെട്ടതാണ്. അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സിൻ്റെ ക്രിയേറ്റിവിറ്റി നമ്മൾ അവിടെ രേഖപ്പെടുത്തില്ല. ഹ്യൂമൻ റിസോഴ്സ് പുതുതായിട്ടൊരു സാധനം കണ്ടുപിടിച്ചു എന്നുള്ള കാര്യമൊന്നും, അല്ലെങ്കിൽ റിസർച്ച് ഡിപ്പാർട്ട്മെൻറ്റ് എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് കണ്ടുപിടിച്ചു എന്നുള്ള കാര്യമൊന്നും അവിടെ രേഖപ്പെടുത്തുന്നില്ല. അല്ലെങ്കിൽ ഇന്ന മാനേജർ മിടുക്കനാണ് എന്നൊന്നും നമ്മൾ അക്കൗണ്ട് ബുക്കിനകത്ത് രേഖപ്പെടുത്തിയല്ല. നമ്മൾ അക്കൗണ്ട് ബുക്കിനകത്ത് എന്ത് കാര്യം മാത്രമേ രേഖപ്പെടുത്തുള്ളൂ, പൈസയുമായിട്ട് ബന്ധപ്പെട്ട മാനേജർക്ക് ശമ്പളം കൊടുത്ത കാര്യം ചിലപ്പോൾ എഴുതും. അല്ലെങ്കിൽ റിസർച്ച് ഡിപ്പാർട്ട്മെൻറ്റ് പുതുതായിട്ട് ഇന്നോവേറ്റീവായിട്ടുള്ള കണ്ടുപിടിച്ച സാധനം
പ്രോഡക്റ്റ് കൊണ്ട് വിറ്റ് പൈസയാക്കി അത് നമ്മൾ എഴുതും. പക്ഷേ ആ കണ്ടുപിടുത്തത്തെ നമ്മൾ അതിനകത്ത് രേഖപ്പെടുത്തി വെക്കില്ല. എന്താണോ നമുക്ക് പൈസയായിട്ട് ബന്ധപ്പെടുത്തി എഴുതാൻ പറ്റുന്നത് അത്തരം കാര്യങ്ങൾ മാത്രമാണ് നമ്മളവിടെ രേഖപ്പെടുത്തി വെക്കുകയുള്ളൂ, അക്കൗണ്ട് ബുക്കിനകത്ത് രേഖപ്പെടുത്തി വെക്കുകയുള്ളൂ. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുകയാണ് ഇമേജ് ഓഫ് ദ ഓർഗനൈസേഷൻ എമംഗ് പീപ്പിൾ ഇൻ ജനറൽ ഡു നോട്ട് ഫൈൻഡ് എ പ്ലേസ് ഇൻ ദ അക്കൗണ്ടിങ് റെക്കോർഡ്സ് ഓഫ് ദ ഫേം. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊന്നും നമുക്ക് അവിടെ ഡു നോട്ട് ഫൈൻഡ് എ പ്ലേസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനൊന്നും ഒരു സ്ഥലം നമ്മൾ കൊടുക്കുന്നില്ല. നമ്മൾ എന്ത് കാര്യം മാത്രമേ എഴുതി വെക്കുകയുള്ളൂ, പൈസയുമായിട്ട് ബന്ധപ്പെട്ടുള്ള സെയിൽ ഓഫ് ഗുഡ്സോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും വരുമാനം കിട്ടിയ കാര്യമോ അത്തരം കാര്യങ്ങൾ മാത്രമാണ് നമ്മളിവിടെ രേഖപ്പെടുത്തി വെക്കുകയുള്ളൂ, ഈ പറഞ്ഞേക്കുന്ന അക്കൗണ്ട് ബുക്കിനകത്ത് രേഖപ്പെടുത്തി വെക്കുകയുള്ളൂ. അതാണ് മണി മെഷർമെൻറ്റ് കൺസെപ്റ്റിനകത്ത് പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്തായിട്ട് പഠിക്കാൻ പോകുന്നതാണ് ഗോയിങ് കൺസേൺ കൺസെപ്റ്റ്. എന്താണ് ഗോയിങ് കൺസേൺ കൺസെപ്റ്റ് എന്നുള്ളതായിരുന്നു നോക്കാം. ദി കൺസെപ്റ്റ് ഓഫ് ഗോയിങ് കൺസേൺ അസ്യൂംസ് ദാറ്റ്, ഈ ഗോയിങ് കൺസേൺ കൺസെപ്റ്റ് അസ്യൂം ചെയ്യുന്നത് ബിസിനസ് ഫേം വുഡ് കണ്ടിന്യൂ ടു ക്യാരി ഔട്ട് ഇറ്റ്സ് ഓപ്പറേഷൻ ഇൻഡെഫിനിറ്റ്ലി എന്നുകൊണ്ട് അർത്ഥമാക്കുന്ന അനന്തമായിട്ടുള്ള, അതായത് ഇവിടെ പറഞ്ഞിരിക്കുകയാണ് ബിസിനസ് ഫേം എന്താണ് കണ്ടിന്യൂ ചെയ്യുകയാണ്. അതായത് നാളെ ഇത് പൂട്ടിപ്പോകും എന്നുള്ള അവസ്ഥയിലല്ല നമ്മൾ ഒരു ബിസിനസ് ഫേമിൻ്റെ കണക്കിടുന്നത്. ബിസിനസ് ഫേം അതിൻ്റെ ഓപ്പറേഷൻസ്, അതിൻ്റെ ജോലികൾ അല്ലെങ്കിൽ അവിടെ നടക്കുന്ന കാര്യങ്ങൾ അനന്തമായിട്ടുള്ളൊരു വളരെ ദീർഘനാളത്തേക്ക് ചെയ്തുകൊണ്ടിരിക്കും എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് നമ്മൾ അക്കൗണ്ടിങ് തയ്യാറാക്കുന്നത്. അല്ലാതെ ബിസിനസ് ഫേം ഈ മാസം അല്ലെങ്കിൽ അടുത്ത മാസം അല്ലെങ്കിൽ ഈ വർഷം പൂട്ടിപ്പോകും അങ്ങനെ ഒരു കാഴ്ചപ്പാടിലല്ല നമ്മൾ കണക്കുകളെല്ലാം രേഖപ്പെടുത്തുന്നത്. ബിസിനസ് ഫേം അതിൻ്റെ ഓപ്പറേഷൻ ദീർഘനാളത്തേക്ക് നമുക്ക് പറയാൻ പറ്റത്തില്ലാത്തൊരു കാലയളവിലോട്ട് ഈ ബിസിനസ് അത് നീണ്ടു പോകും, ബിസിനസ് അതിൻ്റെ പ്രവർത്തനങ്ങൾ തുടരും എന്നുള്ളൊരു കാഴ്ചപ്പാടിലാണ് നമ്മൾ കണക്കെഴുതുന്നത്. ഫോർ എ ഫെയർലി ലോങ് പീരീഡ് ഓഫ് ടൈം, അതായത് ഇവിടെ പറഞ്ഞിരിക്കുകയാണ് ഒരു ലോങ് പീരീഡ് ഓഫ് ടൈം ബിസിനസ് അതിൻ്റെ ഓപ്പറേഷൻസ് കൂട്ടിക്കൊണ്ട് പോകാനുള്ള സാധ്യതയുണ്ട്. ആൻഡ് വുഡ് നോട്ട് ബി ലിക്വിഡേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പിരിച്ചു വിടുക. അപ്പോൾ ബിസിനസ് എന്ത് ചെയ്യുന്നില്ല, വുഡ് നോട്ട് ബി ലിക്വിഡേറ്റഡ്, അത് പിരിച്ചു വിടാൻ പോകുന്നില്ല, ബിസിനസ് നിർത്താൻ പോകുന്നില്ല. ഇൻ ദ ഫോർസിയബിൾ ഫ്യൂച്ചർ, അപ്പോൾ ഫ്യൂച്ചറിലോട്ട് എന്ത് ചെയ്യുന്നില്ല, ബിസിനസ് ലിക്വിഡേറ്റ് ചെയ്യാൻ പോകുന്നില്ല, ബിസിനസ് പിരിച്ചു വിടാൻ പോകുന്നില്ല. ബിസിനസ് പകരം എന്താ ചെയ്യുന്നത്, ക്യാരി ഔട്ട് ഇറ്റ്സ് ഓപ്പറേഷൻ ഇൻഡെഫിനിറ്റ്ലി, ഇതിൻ്റെ ഓപ്പറേഷൻസ് ജോലികൾ ഇൻഡെഫിനിറ്റ് ആയിട്ടുള്ള ഒരു ഡേറ്റിലോട്ട്, അതായത് അനന്തമായിട്ടുള്ള രീതിയിൽ ഇതിൻ്റെ ഓപ്പറേഷൻസ് നീട്ടിക്കൊണ്ട് പോവുകയാണ് ചെയ്യുന്നത് എന്നുള്ളൊരു കാഴ്ചപ്പാടിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അക്കൗണ്ടിങ്ങിൻ്റെ കണക്കെല്ലാം രേഖപ്പെടുത്തുന്നത്. ദിസ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് അസംഷൻ ഓഫ് അക്കൗണ്ടിങ്. ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു അസംഷനാണ് അക്കൗണ്ടിങ്ങിൻ്റെ. ആസ് ഇറ്റ്സ് പ്രൊവൈഡ് ദ വെരി ബേസിസ് ഫോർ ഷോവിങ് ദ വാല്യൂ ഓഫ് അസറ്റ്സ് ഇൻ ദ ബാലൻസ് ഷീറ്റ്. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് പ്രകാരമാണ് നമ്മൾ ഈ ബാലൻസ് ഷീറ്റിൽ അസറ്റും ലൈബിലിറ്റി എല്ലാം കാണിക്കുന്നത്. നമ്മൾ പഠിച്ചതാണ് ഫിക്സഡ് അസറ്റ് എന്ന് പറഞ്ഞാൽ മോർ ദാൻ 1 ഇയർ, ഒരു വർഷത്തിന് മേളിലോട്ട് വേണ്ടി ഉപയോഗത്തിന് വേണ്ടി നമ്മൾ മേടിക്കുന്ന അസറ്റിൻ്റെ പേരാണ് ഫിക്സഡ് അസറ്റ്. ബിസിനസ് പൂട്ടി പോകുന്ന പറഞ്ഞാൽ നമ്മൾ ആരെങ്കിലും ഫിക്സഡ് അസറ്റ് മേടിക്കാൻ പറ്റുമോ? ലാൻഡ്, ബിൽഡിങ്, മിഷനറി ഇതൊന്നും മേടിക്കാൻ പറ്റത്തില്ല. കാരണം ബിസിനസ് പൂട്ടി പോകുന്നതാണെങ്കിൽ നമുക്ക് ഇത്രയും പൈസ മുടക്കി ഇതൊന്നും മേടിക്കേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ ലൈബിലിറ്റിയുടെ കാര്യം തന്നെ എടുക്കുകയാണെങ്കിൽ ലോങ് ടൈം ലൈബിലിറ്റി അല്ലെങ്കിൽ ഫിക്സഡ് ലൈബിലിറ്റി അതെല്ലാം ഒരു വർഷത്തിന് മേലെ നിൽക്കുന്ന ബാധ്യതകളാണ്. ബാങ്കിൽ നിന്ന് ലക്ഷങ്ങളൊക്കെ കടമൊക്കെ എടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് നമ്മളതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഗോയിങ് കൺസേൺ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. അതെന്താണ്, ബിസിനസ് ഒരു ഗോയിങ് ആണ്, ഓൺ ഗോയിങ് ആണ്, അത് മുമ്പോട്ട് പോകുന്ന ഒന്നാണ്, അല്ലാണ്ട് ഇന്നോ നാളെ അത് പൂട്ടിപ്പോകുന്ന ഒന്നല്ല. ബിസിനസ് എന്ന് പറഞ്ഞാൽ ഓൺ ഗോയിങ് ആയിട്ടുള്ള ഒന്നാണ്. ഒരു ലോങ് പീരീഡ് ഓഫ് ടൈമിലോട്ട് ഈ ബിസിനസ് നീണ്ടു പോകും. ഇതൊരിക്കലും ലിക്വിഡേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നിർത്തി പോവുക, പിരിച്ചു വിടാൻ പോകുന്ന ഒന്നല്ല. അല്ലെങ്കിൽ ഈ ബിസിനസ് എന്താണ്, ഇതിൻ്റെ ഓപ്പറേഷൻസ് അനന്തമായിട്ടുള്ള രീതിയിൽ ഇൻഡെഫിനിറ്റ് ആയിട്ടുള്ള ഒരു രീതിയിൽ ഈ ബിസിനസ്സിൻ്റെ ഓപ്പറേഷനെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ള കൺസെപ്റ്റിലാണ് നമ്മൾ അക്കൗണ്ടിങ് എല്ലാം തയ്യാറാക്കുന്നത്. ഇനി അടുത്തായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് അക്കൗണ്ടിങ് പീരീഡ് കൺസെപ്റ്റ്. അക്കൗണ്ടിങ് പീരീഡ് അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ഇയർ എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ നമ്മൾ 12 മാസമാണ് ഒരു അക്കൗണ്ടിങ് പീരീഡ് എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ഒരു വർഷം എന്ന് നമ്മൾ സാധാരണ രീതിയിൽ പറയുന്നത് ജനുവരി ടു ഡിസംബറാണ്, അത് 12 മാസമാണ്. എന്ന് പറഞ്ഞ പോലെ തന്നെ അക്കൗണ്ടിങ് പീരീഡും 12 മാസമാണ്. പക്ഷേ നമ്മൾ ഒരു ഇന്ത്യയിൽ നമ്മൾ അക്കൗണ്ടിങ് പീരീഡായിട്ട് കണക്കാക്കുന്നത് ജനുവരി ടു ഡിസംബർ അല്ല. ചില കേസുകളിൽ ജനുവരി ടു ഡിസംബർ നമ്മൾ അക്കൗണ്ടിങ് പീരീഡായിട്ട് കണക്കാക്കാറുണ്ട്. പക്ഷേ ഈ നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്ന അക്കൗണ്ടിങ് പീരീഡ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഏപ്രിൽ മാസം 1-ാം തീയതി തൊട്ട് പിറ്റേ വർഷം മാർച്ച് 31 വരെയുള്ള ഒരു വർഷത്തിനെയാണ് നമ്മൾ അക്കൗണ്ടിങ് പീരീഡായിട്ട് സങ്കല്പിക്കുന്നത്. അപ്പം നമുക്കൊന്ന് എണ്ണി നോക്കാം. ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് 12 മാസം വരുന്നുണ്ട്. ഫസ്റ്റ് ഏപ്രിൽ തൊട്ട് 31 മാർച്ച് വരെ 31 മാർച്ച് വരെ 12 മാസം വരുന്നുണ്ട്. അതാണ് സാധാരണ നോർമലി നമ്മൾ ഉപയോഗിക്കുന്ന അക്കൗണ്ടിങ് പീരീഡ് എന്ന് പറഞ്ഞാൽ. അപ്പം നിങ്ങളത് എവിടെയെങ്കിലും എഴുതി വെക്കുക, ഫസ്റ്റ് ഏപ്രിൽ ടു 31 മാർച്ച്. ഇപ്പം ഈ വർഷത്തെ അക്കൗണ്ടിങ് പീരീഡ് എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും,
ഈ വർഷം ഇപ്പോൾ 2020 ഏപ്രിൽ 1 തൊട്ട് 2021 മാർച്ച് അവസാനം വരെയുള്ള മാർച്ച് 31 വരെയുള്ള കാലഘട്ടത്തിനെയാണ് ഈ വർഷത്തെ അക്കൗണ്ടിങ് പീരീഡ് എന്ന് പറയുന്നത്. അല്ലാതെ ജനുവരി ടു ഡിസംബർ അല്ല നമ്മൾ ഉപയോഗിക്കുന്നത്. ജനുവരി ടു ഡിസംബർ ഉപയോഗിക്കാറുണ്ട്, എന്നാലും 99% അക്കൗണ്ടിങ് പീരീഡ് നമ്മൾ ഉപയോഗിക്കുന്നത് 1 ഏപ്രിൽ ടു 31 മാർച്ചാണ്. ഇനി എന്താണ് അക്കൗണ്ടിങ് പീരീഡ് കൺസെപ്റ്റ് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അക്കൗണ്ടിങ് പീരീഡ് റെഫേഴ്സ് ടു ദ സ്പാൻ ഓഫ് ടൈം. ഒരു ടൈമിൻ്റെ ഒരു ലിമിറ്റിനെയാണ് നമ്മൾ അക്കൗണ്ടിങ് പീരീഡ് എന്ന് പറയുന്നത്. അറ്റ് ദ എൻഡ് ഓഫ് വിച്ച് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് ആൻ എൻ്റർപ്രൈസ് ആർ പ്രിപ്പയർഡ്. ഇപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആയ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും അങ്ങനെ കുറേ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്. അത് തയ്യാറാക്കുന്ന ആ ഒരു സമയത്തെയാണ് നമ്മളെന്ന് പറയുന്നത് അക്കൗണ്ടിങ് പീരീഡ് എന്ന് പറയുന്നത്. അതായത് ഒരു അക്കൗണ്ടിങ് പീരീഡിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് നമ്മൾ തയ്യാറാക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് തയ്യാറാക്കുന്നത്? ടു നോ വെദർ ഇറ്റ് ഹാസ് ഏൺഡ് പ്രോഫിറ്റ് ഓർ ഇൻകേർഡ് ലോസ്. നമ്മൾ ലാഭമാണോ ഉണ്ടാക്കിയതെന്ന് നമുക്കറിയണം. ഈ അക്കൗണ്ടിങ് പീരീഡിനകത്ത് അല്ലെങ്കിൽ ഈ 12 മാസം കൊണ്ട് നമ്മൾ ലാഭമാണോ ഉണ്ടാക്കിയതെന്ന് നമുക്കറിയണം. അതല്ലാന്നുണ്ടെങ്കിൽ നഷ്ടമാണോ ഉണ്ടാക്കിയെന്നുള്ള കാര്യം നമുക്ക് അറിയണം. ഡ്യൂറിങ് ദാറ്റ് പീരീഡ് ആൻഡ് വാട്ട് എക്സാക്ട്ലി ഈസ് ദ പൊസിഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് അറ്റ് ദ എൻഡ് ഓഫ് ദാറ്റ് പീരീഡ്. അതോടൊപ്പം തന്നെ നമ്മുടെ കമ്പനിക്ക് എത്രത്തോളം അസറ്റ് നമ്മുടെ കയ്യിലുണ്ടെന്ന് അറിയണം. അതോടൊപ്പം തന്നെ കമ്പനിക്ക് എത്രത്തോളം ലയബിലിറ്റീസ് നമ്മുടെ കമ്പനിക്ക് ഉണ്ടെന്ന് അറിയണം. ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഒരു അക്കൗണ്ടിങ് പീരീഡ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ ഒരു അക്കൗണ്ടിങ് പീരീഡ് എന്തിനു വേണ്ടിയിട്ടാണ് തയ്യാറാക്കുന്നത്? കമ്പനി ഒരു അക്കൗണ്ടിങ് പീരീഡിൽ ഒരു 12 മാസം കൊണ്ട് ലാഭമാണോ നഷ്ടമാണോ ഉണ്ടാക്കിയെന്ന് അറിയണം. 12 മാസം കൊണ്ട് കമ്പനിയുടെ എത്രത്തോളം അസറ്റ് ഉണ്ട്, എത്രത്തോളം ലയബിലിറ്റീസ് ഉണ്ടെന്നുള്ള കാര്യം അറിയണം. ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ അക്കൗണ്ടിങ് പീരീഡ് തയ്യാറാക്കുന്നത്. ഇനി അടുത്തായിട്ട് അവിടെ പറഞ്ഞിരിക്കുകയാണ്, സച്ച് ഇൻഫർമേഷൻ ഈസ് റിക്വയർഡ് ബൈ ഡിഫറെൻറ്റ് യൂസേഴ്സ്. ഈ ഇൻഫർമേഷൻ അക്കൗണ്ടിങ്ങിൻ്റെ ഈ ലാഭമാണോ നഷ്ടമാണോ എന്നറിയണം, അല്ലെങ്കിൽ അസറ്റ് എത്രയുണ്ട്, ലയബിലിറ്റി എത്രയുണ്ടെന്ന് അറിയണം. ഇതെല്ലാം പലതരത്തിലുള്ള ആൾക്കാർ ഇത് ആവശ്യപ്പെടുന്നവരുണ്ട്. നമുക്കറിയാം, ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ യൂസേഴ്സ് ഇവരെല്ലാം ഇത് ആവശ്യപ്പെടുന്നുണ്ട്. അറ്റ് റെഗുലർ ഇൻ്റർവെൽ ഫോർ വേരിയസ് പർപ്പസ്. ഇപ്പോൾ ഒരു റെഗുലർ ഇൻ്റർവെൽ ചിലപ്പോൾ 3 മാസമായിരിക്കാം, ചിലപ്പോൾ 6 മാസമായിരിക്കാം, ചിലപ്പോൾ 1 വർഷമായിരിക്കാം, മാക്സിമം 1 വർഷം വരെ. ഇപ്പോൾ ഇങ്ങനെ റെഗുലർ ഇൻ്റർവെല്ലിൽ ഈ പറഞ്ഞിരിക്കുന്ന ഡിഫറെൻറ്റ് യൂസേഴ്സ് ഇതെല്ലാം ആവശ്യപ്പെടുന്നുണ്ട്. ആസ് നോ ഫെയിം ക്യാൻ വെയിറ്റ് ഫോർ ലോങ്. ഒരു ഫെയിമിനും ദീർഘനാളത്തേക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. എന്തിനു വേണ്ടിയിട്ട്? ടു നോ ഇറ്റ്സ് ഫിനാൻഷ്യൽ റിസൾട്ട്സ്. അപ്പോൾ ഇതിൻ്റെ കമ്പനിയുടെ ഫിനാൻഷ്യൽ റിസൾട്ട്സ് ലാഭമാണോ നഷ്ടമാണോ എന്നറിയാനായിട്ട് ആർക്കും 2 കൊല്ലമോ 3 കൊല്ലമോ 5 കൊല്ലമോ ഒന്നും വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. കൂടിപ്പോയാൽ 1 വർഷം. അതിനുള്ളിൽ നമുക്ക് ആൾക്കാർക്ക് ഫെയിമിന് അതിൻ്റെ റിസൾട്ട് അറിയണം. എന്തിനു വേണ്ടിയിട്ടാണ് അറിയുന്നത്? ആസ് വേരിയസ് ഡിസിഷൻസ് ആർ ടു ബി ടേക്കൺ. പല തീരുമാനങ്ങളും എടുക്കാനുണ്ട്. ചിലപ്പോൾ സെയിൽസ് കൂട്ടണമായിരിക്കാം, ചിലപ്പോൾ നഷ്ടമായിരിക്കും. കമ്പനിക്ക് നഷ്ടമാണെങ്കിൽ അതിന് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യണം. അങ്ങനെ കുറേ തീരുമാനങ്ങൾ അവിടെ എടുക്കണം. ടു ബി ടേക്കൺ അറ്റ് റെഗുലർ ഇൻ്റർവെൽസ് ഓൺ ദ ബേസിസ് ഓഫ് സച്ച് ഇൻഫർമേഷൻ. അപ്പോൾ ആ ഇൻഫർമേഷൻ കിട്ടിയിട്ട് വേണം ഓരോ ഫേമിനും കുറേ തീരുമാനങ്ങൾ എടുക്കാനായിട്ട്. അവിടെ പറഞ്ഞിരിക്കുകയാണ് അടുത്തായിട്ട്, ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ദെയർഫോർ പ്രിപ്പയർഡ് അറ്റ് റെഗുലർ ഇൻ്റർവെൽ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിട്ടുള്ള പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും എല്ലാം ഓരോ റെഗുലർ ഇൻ്റർവെല്ലും, ചിലപ്പം ഞാൻ പറഞ്ഞു ചിലപ്പോൾ 3 മാസമായിരിക്കാം, ചിലപ്പോൾ 6 മാസമായിരിക്കാം, ചിലപ്പോൾ 1 വർഷമായിരിക്കാം. നോർമലി ആഫ്റ്റർ എ പീരീഡ് ഓഫ് 1 ഇയർ. സാധാരണഗതിയിൽ എന്താണ് തയ്യാറാക്കുന്നത്? 1 ഇയർ കഴിഞ്ഞിട്ട്, 1 വർഷം കഴിഞ്ഞിട്ട്, 12 മാസം കഴിഞ്ഞിട്ട്, അതായത് ഞാൻ ഈ പറഞ്ഞ പോലെ 1 ഏപ്രിൽ തൊട്ട് 31 മാർച്ച് വരെയുള്ള ആണ് കൂടുതലും തയ്യാറാക്കുന്നത്. സോ ദാറ്റ് ടൈംലി ഇൻഫർമേഷൻ ഈസ് മെയ്ഡ് അവൈലബിൾ ടു ദ യൂസേഴ്സ്. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ യൂസേഴ്സിന് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ആവശ്യമായിട്ടുള്ളവർക്ക് കൃത്യമായിട്ട് റിപ്പോർട്ടുകൾ കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ ഇൻഫർമേഷൻ കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ദിസ് ഇൻ്റർവെൽ ഓഫ് ടൈം ഈസ് കോൾഡ് അക്കൗണ്ടിങ് പീരീഡ്. ഈ ഒരു ഇൻ്റർവെൽ ഓഫ് ടൈമിനെയാണ് നമ്മൾ അക്കൗണ്ടിങ് പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്പാൻ ഓഫ് ടൈം എന്തിനു വേണ്ടിയിട്ടാണ് ഈ സ്പാൻ ഓഫ് ടൈം വേണ്ടത്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്പാൻ ഓഫ് ടൈം നമ്മൾ അക്കൗണ്ടിങ് പീരീഡ് തയ്യാറാക്കുന്നത്. കൂടുതലും ഇത് 1 ഇയർ ആണ് തയ്യാറാക്കുന്നത്. അക്കൗണ്ടിങ് പീരീഡ് എന്ന് പറഞ്ഞാൽ 1 ഏപ്രിൽ ടു 31 മാർച്ച് വരെയാണ് നമ്മൾ കൂടുതലും ഉപയോഗിക്കുന്നത്. ഇനി അടുത്തായിട്ട് പഠിക്കാൻ പോകുന്നതാണ് കോസ്റ്റ് കൺസെപ്റ്റ്. കോസ്റ്റ് കൺസെപ്റ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. ദി കോസ്റ്റ് കൺസെപ്റ്റ് റിക്വയർസ് ദാറ്റ് ഓൾ ദ അസറ്റ്സ് ആർ റെക്കോർഡഡ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് അറ്റ് ദെയർ പർച്ചേസ് പ്രൈസ്. അപ്പം നമ്മളിവിടെ പറഞ്ഞിരിക്കുകയാണ്, ഓൾ ദ അസറ്റ്സ് ആർ റെക്കോർഡഡ്. എല്ലാ അസറ്റ്സും നമ്മൾ അക്കൗണ്ട് ബുക്കിനകത്ത് രേഖപ്പെടുത്തേണ്ടത് ഏത് വിലയിലാണ്? അറ്റ് ദെയർ പർച്ചേസ് പ്രൈസ്. അത് വാങ്ങിയ വിലയിലാണ് നമ്മൾ എല്ലാ അസറ്റിൻ്റെയും വാല്യൂ എഴുതാവുള്ളൂ. ഇനി അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനുണ്ട്. വാങ്ങിയ വിലയാണ്, ഇപ്പോൾ നമ്മൾ വാങ്ങിയ വിലയിലാണോ എഴുതുന്നത്. അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. വിച്ച് ഇൻക്ലൂഡ്സ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ. അത് വാങ്ങിയ വില നമ്മൾ അതിനകത്ത് രേഖപ്പെടുത്തുക. ട്രാൻസ്പോർട്ടേഷൻ, അത് വാങ്ങിയിട്ട് നമ്മുടെ കടയിലോട്ട് ഒരു അസറ്റ് വാങ്ങിയിട്ട് നമ്മുടെ കടയിലോട്ട് കൊണ്ടുവരാനായിട്ട് അതിന് ട്രാൻസ്പോർട്ടേഷന്, ഗതാഗതത്തിന് കുറച്ച് പൈസ കൊടുക്കണം, അതിൻ്റെ വില എഴുതണം.
ഇൻസ്റ്റാളേഷൻ, അത് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള, അതായത് നമ്മുടെ ഫാക്ടറിക്കകത്ത് പിടിപ്പിക്കാനായിട്ട് വരുന്ന ചിലവ്. ആൻഡ് മേക്കിംഗ് ദ അസറ്റ് റെഡി ടു യൂസ്, അതോടൊപ്പം തന്നെ ആ അസറ്റ് ഉപയോഗക്ഷമമാക്കുന്നതിനായിട്ട് വരുന്ന എല്ലാ ചിലവുകളും ആ അസറ്റിൻ്റെ വാല്യൂൻ്റെ കൂടെ നമ്മൾ എഴുതണം. അവിടെ നമ്മളൊരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. ടു ഇലസ്ട്രേറ്റ്, ഓൺ ജൂൺ 2005 ആൻ ഓൾഡ് പ്ലാന്റ് വാസ് പർച്ചേസ്ഡ് ഫോർ ₹50 lakh. ഒരു പ്ലാന്റ് വാങ്ങി 50 ലക്ഷം രൂപയ്ക്കാണ് വാങ്ങിയത്. പ്ലാന്റ് എന്ന് പറഞ്ഞാൽ അറിയാം, ഒരു യന്ത്രം, സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുന്ന യന്ത്രഭാഗങ്ങൾക്ക് എല്ലാത്തിനോടെ കൂട്ടി പറയുന്നവരാണ് പ്ലാന്റ് എന്ന്. ബൈ ശിവ എൻ്റർപ്രൈസ് എന്ന് പറഞ്ഞ കമ്പനിയാണ് അത് വാങ്ങിയത്. വിച്ച് ഈസ് ഇൻ ടു ദ ബിസിനസ് ഓഫ് മാനുഫാക്ചറിങ് ഡിറ്റർജൻറ്റ് പൗഡർ. അപ്പോൾ ഒരു ഡിറ്റർജൻറ്റ് പൗഡർ ഉണ്ടാക്കുക എന്നുള്ളതാണ് അവരുടെ ബിസിനസ് എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് അവരൊരു 50 ലക്ഷം രൂപ മുടക്കി ഒരു പ്ലാന്റ് വാങ്ങി. ഇനി അതെങ്ങനെയാണ് രേഖപ്പെടുത്തുന്നത് നോക്കാം. ആൻ എമൗണ്ട് ഓഫ് ₹10,000 10,000 രൂപ വാസ് സ്പെൻഡ് ഓൺ ട്രാൻസ്പോർട്ടിങ് ദ പ്ലാന്റ് ഇൻ ടു ദ ഫാക്ടറി സൈറ്റ്. ഇപ്പോൾ ഫാക്ടറിയിലോട്ട് ഇത് കൊണ്ടുവരുന്നതിനായിട്ട്, പ്ലാന്റ് കൊണ്ടുവരുന്നതിനായിട്ട് 10,000 രൂപ അവർ ചിലവാക്കി. ഇൻ അഡീഷൻ ₹15,000 15,000 രൂപ സ്പെൻഡ് ഓൺ റിപ്പയർസ് ഫോർ ബ്രിങ്ങിങ് ദ പ്ലാന്റ് ഇൻ ടു ദ റണ്ണിങ് പൊസിഷൻ. ആ പ്ലാന്റ് റണ്ണിങ് പൊസിഷൻ ആക്കുന്നതിനായിട്ട്, അതായത് അത് വർക്കിംഗ് കണ്ടീഷൻ ആക്കുന്നതിനായിട്ട് ഒരു 15,000 രൂപ വീണ്ടും ചിലവ് വന്നു. ആൻഡ് ₹25,000 ഫോർ ഇറ്റ്സ് ഇൻസ്റ്റാളേഷൻ 25,000 അല്ലെങ്കിൽ 25,000 രൂപ അത് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് ചിലവായി. അപ്പോൾ നോക്കുക, 50 ലക്ഷം രൂപയാണ് പ്ലാന്റിൻ്റെ വില എന്ന് പറയുന്നത്. 10,000 രൂപ ട്രാൻസ്പോർട്ടേഷന് കൊടുത്തു, 15,000 രൂപ റിപ്പയറിന് കൊടുത്തു, 25,000 രൂപ അത് ഇൻസ്റ്റാൾ ചെയ്യാൻ കൊടുത്തു. ഇനി നമ്മൾ അക്കൗണ്ട് ബുക്കിൽ എത്ര രൂപ എഴുതും? ദ ടോട്ടൽ എമൗണ്ട് അറ്റ് വിച്ച് പ്ലാന്റ് വിൽ ബി റെക്കോർഡഡ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട് വുഡ് ബി ദ സം ഓഫ് ദീസ്. അപ്പോൾ നമ്മൾ ഒരു പ്ലാന്റിൻ്റെ വിലയായിട്ട് അക്കൗണ്ട് ബുക്കിൽ രേഖപ്പെടുത്തുന്നത് 50,50,000 രൂപയാണ് രേഖപ്പെടുത്തുന്നത്. എങ്ങനെയാണ് 50,000 രൂപ എന്ന്? 25,000 പ്ലസ് 15,000 പ്ലസ് 10,000 ഇതെല്ലാം കൂട്ടുമ്പം 50,000 വരും. അത് 50 ലക്ഷം വാങ്ങിയ വിലയുടെ കൂടെ ഈ പറഞ്ഞ ട്രാൻസ്പോർട്ടേഷൻ ചാർജ്, റിപ്പയർ ചാർജ് പ്ലസ് ഇൻസ്റ്റാളേഷൻ, ഇതെല്ലാം കൂടെ കൂട്ടിയിട്ടുള്ള വിലയാണ് നമ്മൾ പ്ലാന്റിൻ്റെ വിലയായിട്ട് അക്കൗണ്ട് ബുക്കിനകത്ത് രേഖപ്പെടുത്തുന്നത്. അല്ലാണ്ട് വാങ്ങിയ വില മാത്രമല്ല രേഖപ്പെടുത്തുന്നത്, അത് നമ്മുടെ ഫാക്ടറിയിലോട്ട് കൊണ്ടുവരാനായിട്ട് വന്ന ചിലവ്, അത് റിപ്പയർ ചെയ്യാനായിട്ട് വന്ന ചിലവ്, അത് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് വന്ന ചിലവ്, ഇതെല്ലാം കൂടെ കൂട്ടിയിട്ടാണ് നമ്മളൊരു അസറ്റിൻ്റെ വാല്യൂ എഴുതുന്നത്. ഇനി നമ്മൾ അസറ്റ് ഉപയോഗം തുടങ്ങി അതിനുശേഷം വരുന്ന റിപ്പയർ ഒന്നും ഈ അസറ്റിൻ്റെ വിലയുടെ കൂടെ എഴുതില്ല. അതായത് ഉപയോഗത്തിന് മുമ്പ് ഈ ഫാക്ടറിയിൽ വന്ന് ഇൻസ്റ്റാൾ ചെയ്യുന്ന ആ സമയം വരെയുള്ള എല്ലാ ചിലവുകളും അസറ്റിനൂടെ എഴുതുമെങ്കിലും ഉപയോഗം തുടങ്ങിയതിന് ശേഷം വരുന്ന റിപ്പയർ ചാർജൊന്നും ഈ അസറ്റിൻ്റെ വാല്യൂവിൻ്റെ കൂടെ എഴുതില്ല. അതെല്ലാം എക്സ്പെൻസായിട്ട്, ചിലവായിട്ട് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് എഴുതുന്നത്. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പഠിക്കുന്നതാണ്. ഇപ്പോൾ തൽക്കാലം ഇത് എഴുതി വെക്കുക. കോസ്റ്റ് കൺസെപ്റ്റ് പ്രകാരം നമ്മൾ എല്ലാ അസറ്റും ഓൾ അസറ്റ്സ് ആർ റെക്കോർഡഡ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട് അറ്റ് ദെയർ പർച്ചേസ് പ്രൈസ്. എല്ലാ അസറ്റും നമ്മൾ അക്കൗണ്ട് ബുക്കിൽ രേഖപ്പെടുത്തും. ഏത് വിലയിൽ? പർച്ചേസ് പ്രൈസ്. ഈ പർച്ചേസ് പ്രൈസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് എന്തൊക്കെ വരും? ട്രാൻസ്പോർട്ടേഷൻ ചാർജ് വരും, റിപ്പയർ ചാർജ് വരും, ഇൻസ്റ്റാളേഷൻ ചാർജ് വരും. ഇതെല്ലാം കൂടെ കൂട്ടിയതാണ് ഈ പറഞ്ഞേക്കുന്ന പർച്ചേസ് പ്രൈസ് എന്ന് പറയുന്നത്. ഇനി അടുത്തായിട്ട് അതിനകത്ത് ശ്രദ്ധിക്കേണ്ടതാണ് ദ കൺസെപ്റ്റ് ഓഫ് കോസ്റ്റ് ഈസ് ഹിസ്റ്റോറിക്കൽ ഇൻ നേച്ചർ. അപ്പോൾ ഈ കോസ്റ്റ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഹിസ്റ്റോറിക്കലാണ്. ഹിസ്റ്റോറിക്കൽ എന്ന് പറഞ്ഞാൽ ഓൾഡ്, പഴയ വിലയാണ് അതിനകത്ത് എഴുതുന്നത്. അതായത് വാങ്ങിച്ച സമയത്തോ അല്ലെങ്കിൽ വിറ്റ സമയത്തുള്ള വിലയാണ് നമ്മൾ അതിനകത്ത് എഴുതുന്നത്. അത് നമ്മൾ ഓർത്ത് വെക്കുക, ഹിസ്റ്റോറിക്കൽ ഇൻ നേച്ചർ എന്നുള്ളത്. വിച്ച് ഹാസ് ബീൻ പെയ്ഡ് ഓൺ ദ ഡേറ്റ് ഓഫ് അക്വിസിഷൻ ആൻഡ് ഡസ് നോട്ട് ചേഞ്ച് ഇയർ ആഫ്റ്റർ ഇയർ. അത് നമ്മൾ നേടുന്ന സമയത്തുള്ള വിലയാണ് നമ്മൾ ഇടുന്നത്. അത് പിന്നീട് വർഷങ്ങൾ മാറുന്നതനുസരിച്ചിട്ട് അത് മാറാനായിട്ടുള്ള സാധ്യതയില്ല. അവിടെ എക്സാമ്പിൾ നോക്കാം. ഫോർ എക്സാമ്പിൾ, ഇഫ് എ ബിൽഡിംഗ് ഹാസ് ബീൻ പർച്ചേസ്ഡ് ബൈ എ ഫേം ഫോർ ₹2.5 crores. 2.5 കോടി രൂപയ്ക്ക് ഒരു ബിൽഡിങ് ഒരു കമ്പനി വാങ്ങിയിരിക്കുകയാണ്. ദ പർച്ചേസ് പ്രൈസ് വിൽ റിമെയിൻ ദ സെയിം ഫോർ ദ ഇയർ ടു കം. അപ്പോൾ എത്ര വർഷം കഴിഞ്ഞാലും ആ പർച്ചേസ് പ്രൈസ് 2.5 കോടിയായിട്ട് തന്നെയാണ് അതിനകത്ത് കാണുക. ദോ ഇറ്റ്സ് മാർക്കറ്റ് വാല്യൂ മേ ബി ചേഞ്ച്. ചിലപ്പോൾ ഈ സ്ഥലത്തിൻ്റെയും ലാൻഡിൻ്റെ എല്ലാം വില കൂടിക്കൊണ്ടിരിക്കും. അങ്ങനെ വില കൂടിയാലും നമ്മൾ അതിനകത്ത് വ്യത്യാസമൊന്നും വരത്തില്ല. എത്ര രൂപയ്ക്കാണ് നമ്മൾ വാങ്ങിയത് ആ വിലയ്ക്ക് തന്നെയാണ് നമ്മൾ എഴുതുള്ളൂ. ചിലപ്പം സ്ഥലത്തിൻ്റെയും ബിൽഡിങ്ങിൻ്റെയും എല്ലാം വില കൂടി 2000-ൽ വാങ്ങിച്ച ബിൽഡിങ്ങാണ്, അതിനിപ്പോൾ സ്ഥലത്തിൻ്റെ 2020 ആയപ്പോഴത്തേക്കും 2.5 കോടിക്ക് വാങ്ങിയ സ്ഥലത്തിനും ബിൽഡിങ്ങിനും എല്ലാത്തിനോടും 5 കോടിയായി. ഉടനെ തന്നെ നമ്മൾ ആ അക്കൗണ്ട് ബുക്കിനകത്ത് തിരുത്തില്ല, 5 കോടി എന്ന് പറഞ്ഞ് തിരുത്തില്ല. നമ്മൾ എത്ര രൂപയ്ക്കാണോ ഈ പറഞ്ഞേക്കുന്ന അസറ്റ് വാങ്ങിയത്, 2.5 കോടിക്ക് 2000 വർഷത്തിൽ വാങ്ങിച്ചതാണെങ്കിൽ ഇപ്പം നോക്കിയാലും അക്കൗണ്ട് ബുക്കിൽ അതിൻ്റെ വില എന്ന് പറയുന്നത് 2.5 കോടി തന്നെയായിരിക്കും. അതുകൊണ്ടാണ് അതിനെ ഹിസ്റ്റോറിക്കൽ ഇൻ നേച്ചർ എന്ന് പറയുന്നത്. എത്ര രൂപയ്ക്കാണ് നമ്മൾ വാങ്ങിയത് ആ വില തന്നെയായിരിക്കും നമ്മൾ അതിനകത്ത് കാണിക്കുന്നത്. അടുത്താണ് ഡ്യുവൽ ആസ്പെക്ട് കൺസെപ്റ്റ്. ഒരു കുറച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കൺസെപ്റ്റാണിത്. ഇത് പ്രകാരമാണ് നമ്മൾ കൂടുതൽ കണക്കുകളെല്ലാം ചെയ്യുന്നത്. അപ്പം അത് ചെയ്യുന്ന സമയത്ത് ഒരുപാട് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാകും. ഇപ്പം ഏറെക്കുറെ നിങ്ങളത് മനസ്സിലാക്കി വെക്കുക എന്താണെന്നുള്ള കാര്യം. ഡ്യുവൽ ആസ്പെക്ട് കൺസെപ്റ്റ്. ഡ്യുവൽ ആസ്പെക്ട് ഈസ് ദ ഫൗണ്ടേഷൻ ഓഫ് ഓർ ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് അക്കൗണ്ടിങ്.
അക്കൗണ്ടിങ്ങിൻ്റെ ഒരു അടിസ്ഥാനം അല്ലെങ്കിൽ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ഒരു പ്രിൻസിപ്പിളാണ് ഈ പറഞ്ഞിരിക്കുന്ന ഡ്യുവൽ ആസ്പെക്ട് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇറ്റ് പ്രൊവൈഡ്സ് ദ വെരി ബേസിസ് ഫോർ റെക്കോർഡിംഗ് ബിസിനസ് ട്രാൻസാക്ഷൻ. ഈ ബിസിനസ് ട്രാൻസാക്ഷൻസ് എല്ലാം, സാമ്പത്തിക ഇടപാടുകളെല്ലാം രേഖപ്പെടുത്തുന്നതിനൊരു അടിസ്ഥാനമാണ്, അക്കൗണ്ട് ബുക്കിലോട്ട് രേഖപ്പെടുത്തുന്നതിനുള്ള ഒരു അടിസ്ഥാനമാണ് ഈ ഡ്യുവൽ ആസ്പെക്ട് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ദിസ് കൺസെപ്റ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് എവറി ട്രാൻസാക്ഷൻ ഹാസ് ഡ്യുവൽ ഓർ ടു ഫോൾഡ് എഫക്റ്റ്. ഇപ്പോൾ ഈ കൺസെപ്റ്റ് പ്രകാരം പറഞ്ഞിരിക്കുകയാണ് എല്ലാ ട്രാൻസാക്ഷനും, എല്ലാ ഇടപാടിനും രണ്ട് എഫക്റ്റ് ഉണ്ട്. എല്ലാ ട്രാൻസാക്ഷനും രണ്ട് എഫക്റ്റ് ഉണ്ടെന്നുള്ളതാണ് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. എന്താണെന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ആൻഡ് ഷുഡ് ദെയർഫോർ ബി റെക്കോർഡഡ് ഇൻ ടു പ്ലേസ്. ഇവിടെ പറഞ്ഞിരിക്കുകയാണ് എല്ലാ ട്രാൻസാക്ഷനും രണ്ട് എഫക്റ്റ് ഉണ്ട്, അതുകൊണ്ട് രണ്ട് സ്ഥലങ്ങളിൽ അത് നമ്മൾ രേഖപ്പെടുത്തണം. ഇനി അതവിടെ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരിക്കുകയാണ്. ഇൻ അതർ വേർഡ്സ് അറ്റ്ലീസ്റ്റ് 2 അക്കൗണ്ട്സ്. അത് ശ്രദ്ധിച്ച് വെക്കുക. അപ്പോൾ ഇതിനകത്ത് ഡ്യുവൽ ആസ്പെക്ട് കൺസെപ്റ്റിനകത്ത് ഏറ്റവും നമ്മൾ ചോദിച്ചിട്ട് പറയേണ്ടതാണ് എല്ലാ ട്രാൻസാക്ഷനും രണ്ട് അക്കൗണ്ടും ഉണ്ടാവും. അതാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പം ഒരു ട്രാൻസാക്ഷൻ നടന്നു, അത് ഒരു അക്കൗണ്ടിനകത്ത് നമ്മൾ ഈ അക്കൗണ്ടാണല്ലോ വരയ്ക്കുകയും തയ്യാറാക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പം എല്ലാ ട്രാൻസാക്ഷനിലും ഏറ്റവും കുറഞ്ഞ എത്ര അക്കൗണ്ട് കാണും? ഏറ്റവും കുറഞ്ഞത് 2 അക്കൗണ്ടെങ്കിലും കാണും, ചിലതിന് 2 കൂടുതൽ കാണും. അപ്പോൾ അതാണ് പറഞ്ഞേക്കുന്നത്. ഏറ്റവും കുറഞ്ഞത് അതിന് 2 അക്കൗണ്ടെങ്കിലും അതിൻ്റെ അകത്ത് കാണാനുള്ള കണ്ടിരിക്കും, ഉറപ്പായിട്ടും അതിൻ്റെ അകത്ത് കണ്ടിരിക്കും. അത് കാര്യം ശ്രദ്ധിക്കുക. ഇനി ഇവിടെ പറഞ്ഞിരിക്കുകയാണ് ദിസ് ക്യാൻ ബി എക്സ്പ്ലെയിൻഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ആൻ എക്സാമ്പിൾ. ഒരു എക്സാമ്പിൾ വഴി നമുക്കതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഇത് നിങ്ങൾ തേർഡ് ചാപ്റ്ററിൽ ഇത് ഒരുപാട് പഠിക്കുന്നുണ്ട് കേട്ടോ. അടുത്ത ചാപ്റ്റർ നമ്മൾ ഫുൾ ഇതിൻ്റെ പ്രോബ്ലമാണ് ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പരിശോധിക്കാം. എന്നാലും ഇവിടെ 2 എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്, അതും പ്രകാരം നമുക്കൊന്ന് പരിശോധിക്കാം. എല്ലാ ട്രാൻസാക്ഷനിലും 2 അക്കൗണ്ട് വരുന്നുണ്ടോ എന്നുള്ള കാര്യമാണ് നമുക്ക് നോക്കേണ്ടത്. ഒരു ട്രാൻസാക്ഷൻ അവിടെ പറഞ്ഞിരിക്കുകയാണ് രാം സ്റ്റാർട്ടഡ് ബിസിനസ് ബൈ ഇൻവെസ്റ്റിംഗ് ഇൻ സം ഓഫ് ₹50 lakh. ഇവിടെ പറഞ്ഞിരിക്കുകയാണ് രാം എന്ന് പറയുന്ന ആൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. എങ്ങനെയാണ്? അയാൾ 50 ലക്ഷം രൂപ ബിസിനസ്സിലോട്ട് ഇൻവെസ്റ്റ് ചെയ്ത് അയാൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ രാം എന്ന് പറഞ്ഞ ഒരാൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. എത്ര രൂപ മുടക്കിയിട്ടാണ് അയാൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്? 50 ലക്ഷം രൂപ മുടക്കിയിട്ടാണ് അയാൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. ദ എമൗണ്ട് ഓഫ് മണി ബ്രോഡ് ബൈ റാം വിൽ റിസൾട്ട് ആൻഡ് ഇൻക്രീസ് ഇൻ ദ അസറ്റ്സ്. ഇപ്പോൾ ഇവിടെ ഒരു ട്രാൻസാക്ഷൻ നടന്നു, അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ്, ഇപ്പോൾ ഇയാളിങ്ങനെ പൈസ കൊണ്ടുവന്നു, അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ആൻഡ് ഇൻക്രീസ് ഇൻ ദ അസറ്റ്. ആ കമ്പനിയിൽ ബിസിനസ്സിൽ എന്ത് വർദ്ധിച്ചു? ക്യാഷ് കൂടി അല്ലേ? ക്യാഷ് എന്ന് പറയുന്ന ഒരു അസറ്റാണ്. ക്യാഷ് എന്ന് പറഞ്ഞാൽ അസറ്റ് കൂടിയിരിക്കുകയാണ്. എത്ര രൂപയാണ് ക്യാഷ് കൂടിയിട്ടുള്ളത്? 50 ലക്ഷം രൂപ ക്യാഷ് എന്ന് പറഞ്ഞ അക്കൗണ്ടിലോട്ട് വന്നിരിക്കുകയാണ് ബൈ ₹50 lakh. അതോടൊപ്പം തന്നെ അറ്റ് ദ സെയിം ടൈം ദ ഓണേഴ്സ് ഇക്വിറ്റി, ഓണേഴ്സിൻ്റെ ഫണ്ട് അവിടെ വന്നിരിക്കുകയാണ്. ഓർ ക്യാപിറ്റൽ, അല്ലെങ്കിൽ അതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ക്യാപിറ്റൽ, വിൽ ഓൾസോ ഇൻക്രീസ്. അപ്പോൾ അതോടൊപ്പം തന്നെ എന്തും കൂടി? ക്യാപിറ്റൽ എന്ന് പറയുന്ന സാധനം കൂടിയിരിക്കുകയാണ്. ഇറ്റ് മേ ബി സീൻ ദാറ്റ് ദ 2 items ദാറ്റ് ഗോട്ട് അഫക്റ്റഡ് ബൈ ദ ട്രാൻസാക്ഷൻ ആർ ക്യാഷ് ആൻഡ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഇപ്പോൾ ഇവിടെ 2 അക്കൗണ്ടുകൾ ഇത് ബാധിച്ചതായിട്ട് നമുക്ക് കാണാം. ഏതിനൊക്കെയാണ്? ക്യാഷിനെയും ബാധിച്ചതായിട്ട് കാണാം, ക്യാപിറ്റലിനെയും ബാധിച്ചതായിട്ട് കാണാം. അപ്പോൾ ക്യാഷ് 50 ലക്ഷം വന്നു, അതോടൊപ്പം തന്നെ എന്തും വന്നു? ക്യാപിറ്റലും 50 ലക്ഷം രൂപ വന്നു. എന്തുകൊണ്ടാണ് ഇതിന് രണ്ടായിട്ട് വന്നത്? ബിസിനസ്സിൻ്റെ പൈസയല്ല, അതല്ല. നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞായിരുന്നു ബിസിനസ്സിനെ ഓണറിനെ നമ്മൾ 2 ആയിട്ട് കാണണം എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞായിരുന്നു. ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ്, ഒന്നാമത്തെ കൺസെപ്റ്റ് പ്രകാരം ബിസിനസ് ഓണറും രണ്ടാണ്. ഓണർ ബിസിനസ്സിലോട്ട് കൊടുക്കുന്ന പൈസ ബിസിനസ് ആർക്ക് തിരിച്ചു കൊടുക്കണം? ഓണർക്ക് തിരിച്ചു കൊടുക്കണം. അതുകൊണ്ട് തന്നെ അതിനെ ഒരു ലൈബിലിറ്റി, ബാധ്യതയായിട്ടാണ് നമ്മൾ കാണുന്നത് എന്നുള്ള കാര്യമൊക്കെ നമ്മൾ പറഞ്ഞതാണ്. അപ്പം ബിസിനസ്സിലോട്ട് ഓണർ പൈസ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ 2 സ്ഥലത്ത് നമ്മളത് കാണിക്കണം. ഒന്ന് ക്യാഷായിട്ട് 50 ലക്ഷം രൂപ വന്നു എന്നും കാണിക്കണം, ഒന്ന് ബാധ്യതയുടെ സൈഡിൽ, ലൈബിലിറ്റിയുടെ സൈഡിൽ ക്യാപിറ്റൽ എന്നും പറഞ്ഞ് 50 ലക്ഷം രൂപ കാണിക്കണം. അപ്പം ഏതൊരു ട്രാൻസാക്ഷനും 2 അക്കൗണ്ട് ഉണ്ടായിരിക്കും എന്നുള്ള കാര്യമാണ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഡ്യുവൽ ആസ്പെക്റ്റ് കൺസെപ്റ്റ് പ്രകാരം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ട്രാൻസാക്ഷൻ നോക്കിയാൽ നമുക്ക് 2 അക്കൗണ്ടിൽ അത് ബാധിച്ചതായിട്ട് കാണാം. ഒന്ന് ക്യാഷ് അക്കൗണ്ടിൽ ക്യാഷിലോട്ട് 50 ലക്ഷം രൂപ വന്നിട്ടുണ്ട്, അതോടൊപ്പം തന്നെ ക്യാപിറ്റലിലോട്ടും 50 ലക്ഷം രൂപ വന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി അവിടെ വീണ്ടും എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. ലെറ്റസ് ടേക്ക് അനദർ എക്സാമ്പിൾ ടു അണ്ടർസ്റ്റാൻഡ് ദിസ് പോയിന്റ് ഫർദർ. സപ്പോസ് ദ ഫേം പർച്ചേസ് ഗുഡ്സ് വർത്ത് ₹10 lakh ഓൺ ക്യാഷ്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, മറ്റൊരു എക്സാമ്പിൾ പറഞ്ഞിരിക്കുകയാണ്, ഈ പറഞ്ഞിരിക്കുന്ന ബിസിനസ് ഗുഡ്സ് വാങ്ങിച്ചിരിക്കുകയാണ്. എത്ര രൂപയ്ക്കാണ്? 10 ലക്ഷം രൂപയ്ക്കാണ് ഗുഡ്സ് വാങ്ങിയിട്ടുള്ളത്. പൈസ കൊടുത്തിട്ടാണ് അത് വാങ്ങിയത്, കടമൊന്നും പറഞ്ഞിട്ടില്ല. അവർ പൈസ കൊടുത്തിട്ട് തന്നെയാണ് ഈ പറഞ്ഞിരിക്കുന്ന ഗുഡ്സ് വാങ്ങിച്ചേക്കുന്നത്. ഇനി അവിടെ 2 അക്കൗണ്ടിനെ ഏതിനൊക്കെ ബാധിക്കും നമുക്ക് നോക്കാം. ദിസ് വിൽ ഇൻക്രീസ് ആൻ അസറ്റ്. അവിടെ ഒരു അസറ്റ് അപ്പം ഗുഡ്സ് വാങ്ങിക്കുന്ന വഴി വരും. എന്താണ്? സ്റ്റോക്ക് ഓഫ് ഗുഡ്സ്. അവിടെ അസറ്റ്, ഈ പറഞ്ഞിരിക്കുന്ന ഗുഡ്സ് അസറ്റ് ഇതായിട്ട് വന്നിരിക്കുകയാണ്. ഓൺ ദ വൺ ഹാൻഡ് ആൻഡ് റെഡ്യൂസ് അനദർ അസറ്റ്. അതോടൊപ്പം തന്നെ മറ്റൊരു അസറ്റ് അവിടെ കുറഞ്ഞു പോയി. ഏതാണ്? ക്യാഷ്. പൈസ കൊടുത്തിട്ടല്ലേ നമ്മൾ അസറ്റ് ഈ സ്റ്റോക്ക് വാങ്ങിയത്. ഇപ്പോൾ 10 ലക്ഷം രൂപ പോയി,
അത് ഒരു അക്കൗണ്ടിനെ ബാധിച്ചു. ക്യാഷ് എന്ന് പറഞ്ഞ അക്കൗണ്ടിനെ 10 ലക്ഷം രൂപ പോയതായിട്ട് കാണിക്കണം. അതോടൊപ്പം തന്നെ സ്റ്റോക്ക് എന്ന് പറഞ്ഞ അക്കൗണ്ടിലോട്ട് 10 ലക്ഷം രൂപയുടെ ഗുഡ്സ് വന്നതായിട്ട് കാണിക്കണം. അപ്പം അവിടെ രണ്ട് അക്കൗണ്ടിനെ അവിടെ ബാധിച്ചിരിക്കുകയാണ്. ഏതിനൊക്കെയാണ്? സ്റ്റോക്ക് ഓഫ് ഗുഡ്സിനെ ബാധിച്ചു. സ്റ്റോക്ക് ഓഫ് ഗുഡ്സ് 10 ലക്ഷം രൂപയുടെ കമ്പനിയിലോട്ട് വന്നു. അതേസമയം ക്യാഷ് എന്ന് പറഞ്ഞ അക്കൗണ്ടിൽ നിന്ന് എത്ര രൂപ പോയി? 10 ലക്ഷം രൂപ പോയതായിട്ട് നമ്മൾ കാണിക്കേണ്ടതായിട്ട് വരും. അങ്ങനെ രണ്ട് അക്കൗണ്ടിനെ അത് ബാധിച്ചതായിട്ട് നമുക്ക് കാണാം. ഇനി അടുത്തത്, സിമിലർലി ഇഫ് എ ഫേം പർച്ചേസസ് എ മെഷീൻ, ഒരു കമ്പനി ഒരു മെഷീൻ പർച്ചേസ് ചെയ്യുകയാണ്, വാങ്ങുകയാണ്, വർത്ത് ₹30 ലാക്ക്, 30 ലക്ഷം രൂപയ്ക്കാണ് വാങ്ങിയത്. ഓൺ ക്രെഡിറ്റ്, പൈസ കൊടുത്തിട്ടല്ല വാങ്ങിയത്, ക്രെഡിറ്റിൽ കടം പറഞ്ഞിട്ടാണ് വാങ്ങിയത്, പൈസ പിന്നീട് തരാമെന്നുള്ള വ്യവസ്ഥയിലാണ് വാങ്ങിയത്. ഫ്രം റിലയബിൾ ഇൻഡസ്ട്രീസ്, റിലയബിൾ ഇൻഡസ്ട്രി എന്ന് പറയുന്ന കമ്പനിയിൽ നിന്നാണ് ഈ 30 ലക്ഷം രൂപയുടെ മെഷീൻ വാങ്ങിയത്. ദിസ് വിൽ ഇൻക്രീസ് ആൻ അസറ്റ്, ഇതെന്ത് വർദ്ധിപ്പിച്ചിരിക്കുകയാണ്? അസറ്റ് കൂടി. കമ്പനിയുടെ അസറ്റിൻ്റെ മെഷീനറി, പുതുതായിട്ടൊരു മെഷീനറി കമ്പനിയിലോട്ട് വന്നിരിക്കുകയാണ്. ഇപ്പോൾ കമ്പനിക്ക് ഒരു അസറ്റ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അസറ്റ് എന്ന് പറയുന്ന അക്കൗണ്ടിനെ അത് ബാധിച്ചു. കാരണം 30 ലക്ഷം രൂപയുടെ അസറ്റ് വന്നതായിട്ട് നമുക്ക് അക്കൗണ്ട് ബുക്കിൽ കാണിക്കണം. ഓൺ ദ വൺ ഹാൻഡ് ആൻഡ് ലൈബിലിറ്റി, അതോടൊപ്പം തന്നെ അപ്പുറം എന്തുകൊണ്ടായി? ഒരു ബാധ്യതയും ഉണ്ടായി. കാരണം റിലയബിൾ ഇൻഡസ്ട്രീസിന് നമ്മൾ പൈസ കൊടുക്കാനുണ്ട്. എത്ര രൂപ കൊടുക്കാനുണ്ട്? 30 ലക്ഷം രൂപ കൊടുക്കാനുള്ളതുകൊണ്ട് അവിടെ ഒരു ലൈബിലിറ്റി, ബാധ്യതയും ഉണ്ടായിരിക്കുകയാണ്. ഒരു ക്രെഡിറ്റർ ഉണ്ടായിരിക്കുകയാണ്. ക്രെഡിറ്റർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ പൈസ കൊടുക്കാനുള്ള ആൾക്കാരെയാണ് നമ്മൾ ക്രെഡിറ്റർ എന്ന് പറയുന്നത്. അപ്പം ഇവിടെ ഈ ഒരു ട്രാൻസാക്ഷൻ പരിശോധിച്ചാലും അവിടെ രണ്ട് അക്കൗണ്ടിനെ ബാധിച്ചതായിട്ട് നമുക്ക് കാണാം. ഒരു മെഷീനറി വാങ്ങിച്ചപ്പോൾ അസറ്റ് വന്നതായിട്ട് നമ്മൾ കാണിക്കണം. അസറ്റിൻ്റെ അകത്ത് 30 ലക്ഷം രൂപ വന്നതായിട്ട് നമ്മൾ കാണിക്കുക. അതോടൊപ്പം തന്നെ ഒരു ലൈബിലിറ്റി, ബാധ്യത ഉണ്ടായതായിട്ട് 30 ലക്ഷം രൂപ നമ്മൾ കാണിക്കുക. ദിസ് ടൈപ്പ് ഓഫ് ഡ്യുവൽ എഫക്റ്റ് ടേക്ക് പ്ലേസ് ഇൻ കേസ് ഓഫ് ഓൾ ബിസിനസ്. അപ്പോൾ ഈ തരത്തിലുള്ള എല്ലാ ബിസിനസ് ട്രാൻസാക്ഷനിലും ഇങ്ങനെ ഡ്യുവൽ എഫക്റ്റ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. രണ്ട് എഫക്റ്റ് കാണാനായിട്ട് സാധിക്കും. ആൻഡ് ഈസ് ഓൾസോ നോൺ ആസ് ഡ്യുവാലിറ്റി പ്രിൻസിപ്പിൾസ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെ എന്ന് വിളിക്കാം? ഡ്യുവാലിറ്റി പ്രിൻസിപ്പിൾ എന്ന് വിളിക്കാം. ദി ഡ്യുവാലിറ്റി പ്രിൻസിപ്പിൾ ഈസ് കോമൺലി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് ഫണ്ടമെൻറ്റൽസ് ഓഫ് അക്കൗണ്ടിങ് ഇക്വേഷൻ. അക്കൗണ്ടിങ് ഇക്വേഷൻ്റെ ഫണ്ടമെൻ്റലായിട്ട് നമുക്ക് എന്തിനെ കാണാം? ഈ ഡ്യുവാലിറ്റി പ്രിൻസിപ്പിളിനെ കാണാം. അക്കൗണ്ടിങ് ഇക്വേഷൻ താഴെ തന്നിട്ടുണ്ട്, ഒന്ന് ബൈഹാർട്ട് പഠിച്ചേക്കുക. അടുത്ത ചാപ്റ്റർ വീണ്ടും വരുന്നുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് വരുന്നുണ്ട്. എന്നാലും ഇപ്പോൾ ഈ സമയത്തൊന്ന് പഠിച്ചു വെച്ചേക്കുക. അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. ഒരു കമ്പനിയുടെ അസറ്റ് എന്തിനു തുല്യമായിരിക്കും? കമ്പനിയുടെ ബാധ്യതകൾക്കും ക്യാപിറ്റലിനും തുല്യമായിരിക്കും എന്നുള്ള കാര്യമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്തായിട്ട് പറഞ്ഞിരിക്കുകയാണ് ദ ടു ഫോൾഡ് എഫക്റ്റ് ഇൻ റെസ്പെക്റ്റ് ഓഫ് ഓൾ ട്രാൻസാക്ഷൻ. എല്ലാ സാമ്പത്തിക എല്ലാ ട്രാൻസാക്ഷനും എന്ത് എഫക്റ്റ് ഉണ്ട്? ടു ഫോൾഡ് എഫക്റ്റ്, രണ്ട് എഫക്റ്റ് ഉണ്ട്. എന്തെങ്കിലും ഒരു വാല്യൂ കൂടുകയോ എന്തെങ്കിലും ഒരു വാല്യൂ കുറയുകയോ ചെയ്യും. രണ്ട് അക്കൗണ്ടിനെ അത് ബാധിക്കും എന്നുള്ള കാര്യം നമ്മൾ പഠിച്ചു കഴിഞ്ഞേ ഉള്ളൂ. മസ്റ്റ് ബി ഡ്യൂലി റെക്കോർഡഡ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഓഫ് ദ ബിസിനസ്. അപ്പം അതെല്ലാം നമ്മൾ ബിസിനസ്സിൻ്റെ അക്കൗണ്ട്സിനകത്ത് നമ്മളത് രേഖപ്പെടുത്തണം. അതായത് ഏത് അക്കൗണ്ടിലോട്ട് പൈസ കൂടി, ഏത് അക്കൗണ്ടിൽ നിന്ന് പൈസ കുറഞ്ഞു, ക്യാപിറ്റൽ വന്നിട്ടുണ്ടോ, ലൈബിലിറ്റി വന്നിട്ടുണ്ടോ, അസറ്റിൻ്റെ വാല്യൂ കൂടിയോ അസറ്റിൻ്റെ വാല്യൂ കുറഞ്ഞോ, അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് എഫക്റ്റ് ഉണ്ടാവും. അത് നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ രേഖപ്പെടുത്തേണ്ടതാണ്. ഇനി ഇവിടെ പറഞ്ഞിരിക്കുകയാണ് ഇൻഫാക്ട് ദിസ് കൺസെപ്റ്റ് ഫോംസ് ദ കോർ ഓഫ് ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്. അപ്പോൾ ഈ ഒരു ഡ്യുവൽ ആസ്പെക്ട് കൺസെപ്റ്റാണ് ഇതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്, ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്ങിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. വിച്ച് ഹാസ് ബീൻ ഡെൽറ്റ് ഇൻ ഡീറ്റെയിൽ ഇൻ ദ ചാപ്റ്റർ 3. ഇത് നമ്മൾ ചാപ്റ്റർ 3 മൂന്നാമത്തെ ചാപ്റ്ററിൽ നമ്മൾ ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് എന്താണെന്നും അതേപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കുന്നതാണ്. അപ്പോൾ ഓർത്ത് ഇതിനകത്ത് ഇത്ര പറയാനുള്ളൂ. ഡ്യുവൽ ആസ്പെക്ട് കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. എല്ലാ ട്രാൻസാക്ഷനും രണ്ട് എഫക്റ്റ് ഉണ്ട്, ടു ഫോൾഡ് എഫക്റ്റ് ഉണ്ട്. എല്ലാ ട്രാൻസാക്ഷനും രണ്ട് എഫക്റ്റ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ദെയർഫോർ ബി റെക്കോർഡഡ് അറ്റ് 2 പ്ലേസസ്. അതുകൊണ്ട് തന്നെ നമ്മളത് രണ്ട് സ്ഥലങ്ങളിൽ അത് രേഖപ്പെടുത്തണം. രണ്ട് അക്കൗണ്ടിൽ അത് രേഖപ്പെടുത്തേണ്ടതാണ് എന്നുള്ള കാര്യമാണ് ഈ ഡ്യുവൽ ആസ്പെക്ട് കൺസെപ്റ്റിനകത്ത് പറയുന്നത്. ഈ ഡ്യുവൽ ആസ്പെക്ട് കൺസെപ്റ്റ് പ്രകാരമാണ് ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് ഉണ്ടായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ അക്കൗണ്ടിങ് ഇക്വേഷൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ പറഞ്ഞേക്കുന്ന ഡ്യുവൽ ആസ്പെക്ട് കൺസെപ്റ്റാണ്. അക്കൗണ്ടിങ് ഇക്വേഷൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ എന്നുള്ളതാണ് അക്കൗണ്ടിങ്ങിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക.